President of the meeting, Principal of SB College, other distinguished faculty members, and dear students. എൻ്റെ മെമ്മോറിയൽ ലെക്ചറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായി പ്രൊഫസർ C.O. എബ്രഹാമിൻ്റെ സ്മരണയ്ക്കായിട്ട് എൻ്റെ ലെറ്റ് മീ bow my head in respect in the memory of Professor C.O. Abraham, in whose name this public lecture has been instituted. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പബ്ലിക് പോളിസി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് കേരള, സം ഇംപ്രഷൻസ് ആൻഡ് ഹൈപ്പോത്തസിസ്. പൊതുവെ നമ്മുടെ ഇടയിൽ, പബ്ലിക്കിൻ്റെ ഇടയിലും മീഡിയയിലും രാഷ്ട്രീയ മേഖലയിലും എല്ലാത്തിലും കേരളം വ്യാവസായികമായിട്ട് പിന്നോക്കമായ ഒരു സംസ്ഥാനമാണെന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. വ്യാവസായികമായിട്ട് മാത്രമല്ല, പൊതുവേ ഉള്ള ഒരു ഐഡിയ ഈസ് ഇക്കണോമിക്കലി വി ആർ നോട്ട് സച്ച് ആൻ അഡ്വാൻസ്ഡ് സ്റ്റേറ്റ്. അപ്പം പലരുടെയും മനസ്സിലുള്ളത് നമ്മൾ വേറെ ഏതോ വികസിത സംസ്ഥാനങ്ങളുടെ കൂട്ടായിരിക്കണം, അവരെ അനുകരിക്കണം. അപ്പോൾ ഈ നമ്മളെക്കാട്ടിലും വികസിത സംസ്ഥാനങ്ങൾ ഏതൊക്കെയായിരിക്കണം? പ്രോബബ്ലി അയൽ സംസ്ഥാനമായ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക. പലരും തെലുങ്കാനയെ പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും ഒരു റോൾ മോഡലായിട്ട് എടുക്കുന്നത് ഗുജറാത്താണ്. അപ്പോൾ നമ്മൾ ഗുജറാത്ത് പോലെ ആകണം എന്നാണ്. അപ്പം നിങ്ങളെല്ലാം സ്റ്റുഡൻസ് ഓഫ് ഇക്കണോമിക്സ് ആയതുകൊണ്ട് one of the things about economics is you must respect the data and allow the facts to speak for themselves. അപ്പം ഇതിൽ ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ എന്ന് പറയുന്ന ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ പല അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് വിച്ച് വി നീഡ് ടു അഡ്രസ് ആൻഡ് വിച്ച് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഡെവലപ്മെൻറ്റ്? ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അഥവാ വികസനം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അതിനെപ്പറ്റി നല്ല ക്ലാരിറ്റി നമ്മുടെ മനസ്സിലില്ലെങ്കിൽ വി വിൽ സ്റ്റാർട്ട് തിങ്കിങ് ഇറ്റ് ഈസ് സം നമ്പേഴ്സ് സംവെയർ. അപ്പോൾ ഈ വികസനം എന്ന് പറയുന്നതിനെ പറ്റി തന്നെ ദാറ്റ് ഈസ് ദ തിയറീസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് തിയറീസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞ ദർ ഈസ് എ ഹ്യൂജ് സബ്ജക്റ്റ് ഇൻ ഇക്കണോമിക്സ് അബൌട്ട് ദാറ്റ്. ആൻഡ് നമ്മൾ ഹൗ വെൽ വി അണ്ടർസ്റ്റാൻഡ് ദോസ് തിയറീസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് വിൽ ടെൽ അസ് അബൌട്ട് വാട്ട് ഡു വി മീൻ ബൈ എന്താണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് ഫോർ അസ്. അപ്പം ഇതിൽ say for example, what I believe is economic development എന്ന് പറയുന്നത് is when the people in a society or a state or a country enjoy a high standard of living. That is economic development. അപ്പോൾ high standard of living എന്ന് പറഞ്ഞാൽ എന്താണ്? High standard of living means very high level of per capita consumption expenditure, അല്ലേ? കൺസംഷനിലാണല്ലോ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എല്ലാം വരുന്നത്. നമ്മളെല്ലാം മൈക്രോ എക്കണോമിക്സിലൊക്കെ പഠിക്കുന്നത് കൺസ്യൂമർ ബിഹേവിയർ. വൈ ഡസ് കൺസ്യൂമർ ബിഹേവ്? വൈ ഡസ് എ കൺസ്യൂമർ കൺസ്യൂം? ബിക്കോസ് ഹി വാണ്ട് സാറ്റിസ്ഫാക്ഷൻ, അല്ലേ? എന്താ പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി തിയറി ടെൽസ് us that he is trying to maximize the utility which he gets out of consumption. അപ്പോൾ ഇങ്ങനെ ഇക്കണോമിക്സ് നമ്മുടെ ഡെയിലി ലൈഫ്സുമായിട്ടുള്ള ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്നുള്ള വി മസ്റ്റ് ഫസ്റ്റ് ഹാവ് ദറ്റ് വെരി ക്ലിയർ അവെയർനെസ്. അല്ലാതെ വി ആർ നോട്ട് സ്റ്റഡിങ് സംതിങ് കോൾഡ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ആൻഡ് മോണിറ്ററി എക്കണോമിക്സ് ആൻഡ് ഫൈനാൻസ് എക്കണോമിക്സ് ആൻഡ് ഓൾ ദീസ് തിങ്. ഓൾ ദീസ് ആർ റിലേറ്റഡ് ടു, ആരോ പറഞ്ഞതുപോലെ, ഐ തിങ്ക് ഇറ്റ് വാസ് മാർഷൽ ഓർ സംബഡി ഹൂ സെഡ് ദറ്റ്
ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് മാൻ ഇൻ ദി എവറി ഡേ ബിസിനസ് ഓഫ് ലൈഫ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഡെഫിനേഷനാണ്. ബിക്കോസ് ഇറ്റ് മീൻസ് എവറിത്തിങ് നമ്മൾ ചെയ്യുന്ന എല്ലാം ബിക്കംസ് എ സബ്ജക്റ്റ് ഓഫ് ഇക്കണോമിക്സ്. അപ്പോൾ അതൊരു ചിലപ്പം ഐ തിങ്ക് ഇറ്റ് ഇസ് ഗോയിങ് എ ബിറ്റ് ടു ഫാർ. പക്ഷെ എന്നാലും if economic development means it can be correctly measured in terms of, say, per capita consumption, then India's number one per capita consumption of any state is Kerala, and number two ആയിട്ട് വരുന്ന state is so far behind that നമ്മൾ ആലോചിച്ചു പോകും, is Kerala in the same country? അത്ര വ്യത്യാസമുണ്ട് പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ. പെർ ക്യാപിറ്റ ജി ഡി പിയിലും വ്യത്യാസമുണ്ട്. പക്ഷേ പെർ ക്യാപിറ്റ ജി ഡി പിയുടെ കാൽക്കുലേഷനിൽ വരുന്നത് ഇൻവേർഡ് റെമിറ്റൻസസ് ആർ കൗണ്ടഡ് ഓൺലി വൺസ് ഇൻ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് കൗണ്ടഡ് വെൻ ഇറ്റ് കംസ് ഇൻ ടു ദ കൺട്രി. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് കൗണ്ടഡ് ആസ് ദി ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റായിട്ട് അത് കണക്കാക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒഫീഷ്യൽ റെക്കോർഡ്സൊക്കെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ജി എസ് ഡി പി വി ആർ somewhere 10th rank, 9th or 10th rank. ആക്ച്വലി വി ആർ നമ്പർ 1 റാങ്ക്. ബിക്കോസ് ആ ഇൻവേർഡ് റെമിറ്റൻസസ് ഒക്കെ എവിടെയായി പോയി കിടക്കുന്ന? റിസർവ് ബാങ്കിലല്ലല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലല്ലേ വന്ന് വീഴുന്നത്. ആൻഡ് വി ആർ ഡ്രോയിങ് ദാറ്റ് മണി ആൻഡ് വി ആർ സ്പെൻഡിങ് ഇറ്റ്, അല്ലേ? സോ പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഹയസ്റ്റ് ഇൻ ഇന്ത്യ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹയസ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡീസസ് 0.77 കടന്നു കഴിഞ്ഞു കേരളത്തിൻ്റെ. ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഈസ് വേ ബിഹൈൻഡ്, particularly Gujarat. Okay, they are all way behind. So per capita per capita consumption expenditure, per capita income and HDI, human development indices. Latest ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെഷർ ഈസ് പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് എക്സ്പെർട്ട് പ്രൊഫസർ സാമുവൽ പോൾ ബാംഗ്ലൂരിൽ തുടങ്ങി വെച്ച ഒരു സ്ഥാപനമാണ്, ഒരു പ്രസ്ഥാനമാണ് പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ. ഇറ്റ് ഈസ് എ നോൺ പാർട്ടിസൺ റിസർച്ച് തിങ്ക് ടാങ്ക്. നീതി ആയോഗ് 2016 തൊട്ട് has asked the Public Affairs Center to rank all the states in India in terms of the Sustainable Development Goals adopted. 17 Sustainable Development Goals adopted by the United Nationsൽ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരു കോമ്പസിറ്റ് ഇൻഡെക്സ് ആയിട്ട് റാങ്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ആദ്യത്തെ 6 വർഷം നമ്പർ 1 റാങ്ക് ഇൻ ദി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇൻ ഇന്ത്യ in terms of governance, economic activity, public health, everything is Kerala. So ഇതൊരു വിരോധാഭാസമായിട്ടാണ് ഞാൻ കാണുന്നത്. Here is a state by all measures of economic development which is undoubtedly the number 1 in India. പക്ഷേ ബാക്കിയുള്ളവർ എന്താ ആലോചിക്കുന്നതെന്ന് ആ കാര്യം പോട്ടെ. നമ്മൾ മലയാളികൾ ഈ സംസ്ഥാനത്തിനെ പറ്റി മീഡിയയൊക്കെ വായിച്ചാൽ we will never get the impression that we are reading about the most developed state in India. Economically most developed state in India പറ്റി അല്ല വായിക്കുന്നത്. ഏതോ പിന്നോക്കമായിട്ട് വളരെ പുറന്തള്ളപ്പെട്ട, വളരെ ബാക്ക്വേർഡായിട്ട്, വളരെ ഒരു സ്നേൽ സ്പേസിൽ വളരുന്ന ഒരു സംസ്ഥാനം എന്നാണ് നോക്കുന്നത്. അപ്പം ഹിയർ ഫസ്റ്റ് പോയിൻ്റ് ഐ വോണ്ട് ടു മേക്ക് ഇസ് വി സ്ട്രേറ്റ് അവേ നീഡ് ടു ഗെറ്റ് മച്ച് മോർ ക്ലാരിറ്റി ആസ് സ്റ്റുഡൻസ് ഓഫ് ഇക്കണോമിക്സ്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സിൽ മാത്രമുള്ള ഒരു വികസനമാണോ, അതോ മനുഷ്യൻ്റെ സാമൂഹികമായിട്ടും ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും പിന്നെ ഫ്രം എന്താ പറയുക സോഷ്യൽ ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവായിട്ടും ലിറ്ററസി ആൻഡ് ഓൾ ദീസ്, ഇത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പസിറ്റ് മെഷറാണോ ഡെവലപ്മെൻ്റ് എന്ന് നമ്മൾ നോക്കേണ്ടി ഒരു ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് പോയിൻ്റ് ഐ വോണ്ട് ടു മേക്ക് ഇസ് ദാറ്റ് റിലേറ്റഡ് ടു ദിസ് പോയിൻ്റ് ഇസ് ഞാൻ റീസെൻ്റ്ലി ഒരു ബുക്ക് എഴുതി. എൻ്റെ 4ാമത്തെ ബുക്കാണത്. അതിൻ്റെ ടൈറ്റിൽ ഞാൻ തിരഞ്ഞെടുത്തത് ബിലോ ദ റഡാർ. ആൻഡ് അതിൻ്റെ ഒരു സബ് ടൈറ്റിലായിട്ട് പറയുന്നത്
how a modern manufacturing sector grew by stealth in Kerala. അപ്പോൾ അതിനർത്ഥം എന്താണ്? ആരോരും അറിയാതെ ഒരു മോഡേൺ മാനുഫാക്ചറിങ് സെക്ടർ കേരളത്തിൽ വളർന്നു എന്നുള്ളത് ഫാക്റ്റാണ്. ദാറ്റ് ഈസ് എ വെരിഫയബിൾ ഫാക്ട്. എനിബഡി ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് വെരിഫൈ ദ ഫാക്ട്സ്. ആ കമ്പനീസിൻ്റെ എൻ്റെ ബുക്കിൻ്റെ ലാസ്റ്റ് 2 പേജസിൽ ഞാൻ പഠിച്ച 50 കമ്പനീസിൻ്റെ ഒരു പട്ടിക അവിടെ ഉണ്ട്. അതാർക്കും വെരിഫൈ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം ഇത്രയും സക്സസ് സ്റ്റോറീസ് ഉണ്ടായിട്ടും ഇതെല്ലാം കഴിഞ്ഞ 30 വർഷം വന്നിട്ടാണ്. ഇവിടെ വ്യവസായമില്ല, ഇവിടെ വ്യവസായം നടക്കത്തില്ല, ഇവിടെ വ്യവസായം നടക്കത്തില്ല എന്നാണ്. അല്ല, ഇല്ലെന്ന് മാത്രമല്ല, ഇവിടെ വ്യവസായം സാധ്യമല്ല. എന്തുകൊണ്ട്? പല നാരറ്റീവ്സ് ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട, ഇൻ മൈ ഒപ്പീനിയൻ, ഏറ്റവും ക്രൂഡായിട്ടുള്ള, പക്ഷേ എല്ലാവർക്കും ലൈക്ക് മെനി സ്ലോഗൻസ്, എല്ലാവരുടെ വായിലൊക്കെ വളരെ ഈസി ആയിട്ട് വരുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്താണ്? ഓ, കേരളത്തിൽ വ്യവസായം വരാത്തത് അട്ടിമറി, നോക്കുകൂലി, ഹർത്താൽ. അപ്പം കൂടുതൽ നമ്മൾ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോഡ് ചെയ്യും. എവറിബഡി വിൽ സ്മൈൽ, ലൈക്ക് ഐ ക്യാൻ സീ മെനി ഓഫ് യു സ്മൈലിംഗ്. സേ ഓഫ് കോഴ്സ്, ലൈക്ക് വി ഓൾ നോ, അല്ലേ? അപ്പം നിങ്ങൾ എവിടെയെങ്കിലും, ഞാൻ എപ്പോഴും ഐ ബിക്കം കെയർഫുൾ വെനെവർ ഐ ഹിയർ ആരെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിൻ്റെ മുമ്പ് ഇഫ് ദേ ഇത് കൂട്ടിച്ചേർത്താൽ ഞാൻ ഉടനെ കെയർഫുള്ളാകും. അതെന്താണ് കൂട്ടിച്ചേർക്കൽ? നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ അത് ഒരിക്കലും ശരിയല്ലെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ അനുഭവം മോസ്റ്റ്ലി ദാറ്റ് ഈസ് റോങ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മോസ്റ്റ്ലി ഈസ് റോങ്. ബിക്കോസ് ദീസ് ആർ അൺടെസ്റ്റഡ്, അൺവെരിഫൈഡ്, അൺചാലഞ്ച്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇങ്ങനെ നമ്മളിങ്ങനെ തലമുറകളായിട്ട് ഓരോ കോൺവെർസേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. which reflects more lazy thinking, casual thinking and no respect for the facts. അപ്പോൾ വ്യവസായങ്ങൾ ഇവിടെ നടക്കുന്നില്ല. അപ്പം ഞാൻ IAS 30-ാമത്തെ വയസ്സിൽ രാജിവെച്ച് മലയാളി ആയതുകൊണ്ട് വ്യവസായം തുടങ്ങണമെങ്കിൽ എവിടെ പോകാനാണ്? ഞാൻ മംഗോളിയയിലോ അല്ലെങ്കിൽ റുമേനിയയിലോ ഉക്രൈനിലോ ഒന്നും പോകത്തില്ലല്ലോ, അല്ലേ? ഞാൻ വരുന്നത് എവിടെ ആയിരിക്കും? കേരളത്തിലായിരിക്കുമല്ലോ തിരിച്ചു വരുന്നത് വ്യവസായം തുടങ്ങാനായിട്ട്. അപ്പം ഇവിടെ വന്നപ്പം കുറേ പേര് വെൽവിഷേഴ്സ് എന്നെ ഉപദേശിച്ചു. പറഞ്ഞു, ബാല, ഇവിടെ ഒരു കാരണവശാൽ നിങ്ങൾ IAS രാജിവെച്ചത് പോട്ടെ, അത് തന്നെ നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പം ആർക്കും എന്താ പറയുന്നത്, മനസ്സിലാകാത്ത ഏതോ ഒരു ടെക്നോളജി, ചിത്രനിർമ്മാണ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുതിയതായിട്ടൊരു അൺട്രൈഡ് ടെക്നോളജി എടുത്ത്, അതും പോട്ടെ, നിങ്ങൾ അത് ഫാക്ടറി സ്ഥാപിക്കാൻ പോകുന്ന തിരുവനന്തപുരം ജില്ലയിൽ അത് ആത്മഹത്യാപരമാണ്. ആസ് ഗുഡ് ആസ് സൂയിസൈഡ്. നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു. എൻ്റെ IAS ബാച്ച്മേറ്റും വളരെ അടുത്ത സുഹൃത്തും നിങ്ങളുടെ SB കോളേജിന് പൂർവ്വ വിദ്യാർത്ഥിയുമായ ആനന്ദ് ബോസ്, അദ്ദേഹം എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ അടുത്തല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയും, വിനാശകാലേ വ്യവസായ ബുദ്ധി. അപ്പം ഇതെല്ലാം എൻ്റെ അർത്ഥം, ഓൾ ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദേ ഗ്രൂ അപ്പ് ബിക്കോസ് ഓഫ് ദിസ് വെരി സ്ട്രോങ് ഫീലിംഗ് ദാറ്റ് നത്തിങ് ഹാപ്പൻസ് ഇൻ കേരള, നത്തിങ് വർക്ക്സ് ഇൻ കേരള. അപ്പം ഞാൻ 30-ാമത്തെ വയസ്സിൽ ഇത് വന്നപ്പം 2-3 പേരിങ്ങനെ ഉപദേശിച്ചു. പക്ഷേ ഞാൻ ചിത്രനിർമ്മാണ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഐ വാസ് ഇൻട്രാക്ടിങ് വിത്ത് ദം, ആ സയൻറ്റിസ്റ്റുമായിട്ട് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനും പൈസ കണ്ടെത്താനും. നിങ്ങളെല്ലാം ഓർക്കണം, ഇത് 1986 അന്ന് ഈ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു വാചകം നമ്മളാരും കേട്ടിട്ട് പോലുമില്ല. പ്രൈവറ്റ് എക്വിറ്റി എന്ന് പറഞ്ഞൊന്നുമില്ല. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് മേഖല, സ്റ്റാർട്ടപ്പ് മിഷൻ, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റേഴ്സ്, അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഈ പ്രതിഭാസങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ നമ്മൾ KSIDCയിലോ KFCയിൽ പോയി ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കണം. അവരുടെ സ്ക്രൂട്ടിനി എല്ലാം കഴിഞ്ഞിട്ട് അവർ സാങ്ഷൻ ചെയ്യുകയാണെങ്കിൽ പൈസ സാങ്ഷൻ ചെയ്ത് തരും. പിന്നെ നമ്മൾ വ്യവസായം പോയി തുടങ്ങണം. അപ്പം ഞാൻ അതിലൊക്കെ ബിസി ആയിരുന്നതുകൊണ്ട് ഐ ഡിഡ്ന്റ് തിങ്ക് അബൌട്ട് ഓൾ ദീസ് വെൽ മെൻറ്റ് അഡ്വൈസ്. അപ്പം കേരളത്തിൽ വന്ന് ഇങ്ങനെ ഒരു ജസ്റ്റ് ആലോചിച്ച് നോക്കണം, എന്തെല്ലാം ഡിസഡ്വാൻറ്റേജസ് വെച്ചിട്ടാണ് വന്നത്. ഒരു വ്യവസായ
കുടുംബത്തിൽ നിന്ന് ഉള്ള ആളല്ലായിരുന്നു. ഞാൻ കെയർഫുള്ളായിട്ട് എൻ്റെ പെറ്റേണൽ സൈഡും മെറ്റേണൽ സൈഡും 3-4 തലമുറയിൽ പരിശോധിച്ചിട്ട് ഈ വ്യവസായം എന്ന് പറയുന്നത് അടുത്തുകൂടെ പോയിട്ടില്ല നമ്മുടെ കുടുംബത്തിലെ ആർക്കും. അവിടെ എല്ലാവരും സ്കൂൾ മാഷന്മാരോ ഡോക്ടർമാരോ എൻജിനീയർമാരോ വക്കീലന്മാരോ ഒക്കെ ആയിരുന്നു, എല്ലാവരും പ്രൊഫഷണൽസ്. നോബഡി ഹാഡ് ഡൺ ബിസിനസ്. അങ്ങനെ ഒരു ബുദ്ധിമോശം വന്ന് ഒരു ഐഡിയ കിട്ടുന്ന ആദ്യത്തെ വ്യക്തി ഞാനായിരുന്നു. സോ ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ്. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് ഇസ് ഐ വാസ് ടേക്കിംഗ് ആൻ അൺട്രൈഡ് ടെക്നോളജി ഫ്രം എ നാഷണൽ ലബോറട്ടറി. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്? എൻ്റെ അനുഭവം, 25 വർഷത്തെ അനുഭവത്തിന് ശേഷം നമ്മുടെ നാഷണൽ ലാബ്സിൽ നിന്ന് ഇറങ്ങുന്ന ടെക്നോളജീസ് ആർ വെരി ഗുഡ് എന്ന് തിരിച്ചറിവ് എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ആശങ്ക ഇതായിരുന്നു, നാഷണൽ ലാബിൽ നിന്ന് ഒന്നും പുറത്ത് വന്നിട്ടില്ലല്ലോ, നമ്മൾ വലിയ റോക്കറ്റ് സയൻസ് ആയിട്ട് ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പം വി ഹാവ് ദിസ് ടച്ചിങ് ഫെയ്ത്ത് ഇൻ ഫോറിൻ ടെക്നോളജി. നത്തിങ് ഇന്ത്യൻ ലാബിൽ നിന്ന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ കണ്ടുപിടിക്കുന്ന ഒന്നും അതിനൊന്നും ഒരു വിലയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉള്ള കാലഘട്ടമായിരുന്നു. ഐ സസ്പെക്റ്റ് ആ കാലഘട്ടം ഇന്നും അത് തന്നെ ആണെന്നാണ് ഫീലിംഗ് എന്നാണ് എൻ്റെ ഒരു ഇംപ്രഷൻ. പക്ഷേ എന്നാലും അപ്പം സെക്കൻഡ് തിങ് വാസ്, ഇങ്ങനെ അൺട്രൈഡ് ആയിട്ടുള്ള ടെക്നോളജി ലാബ് സ്കെയിലിൽ മാത്രം പരിശോധിച്ചിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഞാൻ ഏറ്റെടുത്തത്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് തിങ്. പിന്നെ തേർഡ് തിങ് വാസ് നോട്ട് ബീയിങ് ഫ്രം എ ബിസിനസ് ബാക്ക് ഫാമിലി. ഈ ബിസിനസ്സിനെ പറ്റി, ബിസിനസ് എന്ന് പറയുന്ന ആ പ്രക്രിയയും ആ ചെറിയ ദാറ്റ് ഹോൾ വേൾഡ് ഓഫ് ബിസിനസ്സിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു എന്ന് മാത്രമല്ല, എനിക്ക് പൈസയും ഇല്ലായിരുന്നു. ബിക്കോസ് ഐ എം ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. ഞാൻ 6 വർഷത്തെ IAS സർ, 24-ാമത്തെ വയസ്സിൽ IAS ചേർന്ന് 30-ാമത്തെ വയസ്സിൽ രാജിവെച്ചു. 6 വർഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ടോട്ടൽ സേവിങ്സ് എൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടിൽ ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു സേവിങ്സ്. സോ ദർ വാസ് നോ മണി. സോ ഒരു സ്റ്റാർട്ടപ്പിന് എല്ലാവരും പറയുന്നത് എന്താണ്, യു ഹാവ് ഗോട്ട് ടു ഗോ ടു ദ 3 Fs. 3 എഫ്മാരെയാണ് സമീപിക്കേണ്ടത്. ആരൊക്കെയാണ് ഈ എഫ്മാർ? ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഫൂൾസ്. ആരാണ് ഒരു പുതിയ ഒരു സംരംഭകൻ, പുതിയ ടെക്നോളജി, ആർക്കും അറിയാത്ത ഒരു ടെക്നോളജി, ഇങ്ങനെ ഉള്ള ഒരു വെഞ്ചറിന് ആര് പോയി പൈസ നിക്ഷേപിക്കും? ഐദർ ഫ്രണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മണ്ടനായിരിക്കണം, അല്ലേ? മസ്റ്റ് ബി എ റിയൽ ഫൂൾ. സോ എനിവേ അങ്ങനെ എങ്ങനെയൊക്കെ പൈസയൊക്കെ സമാഹരിച്ച് സ്റ്റാർട്ടഡ് ദ പ്രോജക്റ്റ്. അതിലേക്ക് ദാറ്റ് സ്റ്റോറി ഓഫ് വാട്ട് ഐ ഡിഡ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഹിയർ. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഇറ്റ് സക്സീഡഡ്. ആൻഡ് 20 വർഷം കഴിഞ്ഞിട്ട് ദിസ് സ്മോൾ കമ്പനി ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് വിച്ച് സ്റ്റാർട്ടഡ് വിത്ത് 50 people ബൈ ആൻ ഇൻഎക്സ്പീരിയൻസ്ഡ് 30 വയസ്സുള്ള ഒരു ബിസിനസ്സിൽ ഒരു പരിചയമില്ലാത്ത ഒരു ആന്ത്രപ്രണർ 20 വർഷം കഴിഞ്ഞിട്ട് നോട്ട് ഓൺലി വാസ് ഇറ്റ് റിയൽ സക്സസ്, ഇറ്റ് ബിക്കേം ദ ലാർജസ്റ്റ് ബ്ലഡ് ബാങ്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇൻ ദ വേൾഡ്, നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ. താങ്ക് യു. അതെപ്പോഴും ഈ കയ്യടി കേൾക്കാൻ എപ്പോഴും ഒരു സുഖമുണ്ട്. ബിക്കോസ് നോബഡി അപ്രീഷിയേറ്റ്സ് ദിസ്. അതുകൊണ്ട് നമ്മൾ ചിലപ്പം പറഞ്ഞ് കയ്യടി വാങ്ങിക്കേണ്ടി വരും. പക്ഷേ എനിവേ, താങ്ക് യു, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ബട്ട് ദ പോയിൻറ്റ് വിച്ച് ഐ വോണ്ട് ടു സേ ഈസ്, അന്ന് ഈ ചെറിയ വ്യവസായം സ്റ്റാർട്ടഡ് ബൈ ആൻ ഇൻഎക്സ്പീരിയൻസ്ഡ് ആന്ത്രപ്രണർ, വെറും 30-40 എംപ്ലോയീസ് വെച്ചിട്ട് തുടങ്ങിയത്. ഇന്ന് ദാറ്റ് ഫാക്ടറി എംപ്ലോയീസ് 1,400 people. 1400 പേര് എംപ്ലോയ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ്. ഓക്കെ, നൗ അപ്പം ദാറ്റ് ഫാക്ടറി ഗിവ്സ് 1,400 people employment, and all the regular employees and people with at least 10 years service in that company, the cost to company, അതായത് ശമ്പളം പ്ലസ് ബെനിഫിറ്റ്സ് എല്ലാം കൂടെ വെച്ച് നോക്കിയാൽ റേഞ്ചസ് ബിറ്റ്വീൻ 35,000 to 45,000 rupees a month. They are the best paid industrial workers in Kerala. Okay, now ഞാനപ്പം ഈ സെമിനാർസിലും സിമ്പോസിയായാലും ഡിസ്കഷൻസിലും ഒക്കെ പോകുമ്പം കേരളത്തിലൊന്നും നടക്കില്ല എന്നുള്ള ആ ലൈൻ വരുമ്പം എൻ്റെ
ടേൺ വരുമ്പോൾ ഞാൻ എണീച്ചെന്ന് പറയും ഐ ഡിസഗ്രി. ബിക്കോസ് ഞാൻ പറയും എൻ്റെ അനുഭവം, ഞാനിവിടെ വന്ന് ഒരു അഡ്വാൻറ്റേജും ഒരു പോസിറ്റീവും ഒന്നും ഇല്ലാതെ ഈ സംസ്ഥാനത്ത് വന്ന് ഇത് അപ്പം ചിലപ്പം ഞാൻ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത് തുടങ്ങിയിരുന്നെങ്കിൽ അവിടെയും വിജയിക്കുമായിരിക്കും. ഐ ഹാവ് നോ ഐഡിയ. ദാറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ. ഞാൻ ഇവിടെ വന്ന് എല്ലാവരും പ്രവചിച്ചതുപോലെ ഐ ഡിഡ് നോട്ട് ഫെയിൽ, ഐ സക്സീഡഡ്. സോ അതിന് മറുപടിയായിട്ട് എന്താ കേൾക്കുന്നവർ പറയും, ആ ബാല തൻ്റെ വെഞ്ചർ എങ്ങനെയോ ഊപ്പർവാലയുടെ കൃപ കൊണ്ട് എങ്ങനെയോ വിജയിച്ചു. അത് വലിയ ഭാഗ്യം, ബാല വലിയ ഭാഗ്യവാനാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് എക്സെപ്ഷൻ ഡസ് നോട്ട് പ്രൂവ് ദ റൂൾ. സോ വി കനോട്ട് സേ എനിത്തിങ് അബൌട്ട് കേരള. അപ്പോൾ അടുത്ത എൻ്റെ ഒരു ചാലഞ്ച് വാസ് ടു ഫൈൻഡ് ഔട്ട് വെദർ മൈ കമ്പനി വാസ് ആക്ച്വലി ആൻ എക്സെപ്ഷൻ. ഞാൻ എന്ത് ചെയ്തു, ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ് ഓൺലി മാനുഫാക്ചറിങ് കമ്പനീസ്. കേട്ടോ, ഞാൻ IT കമ്പനീസ് തിരഞ്ഞെടുത്തില്ല. ഐ എക്സ്ക്ലൂഡഡ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി. ഐ എക്സ്ക്ലൂഡഡ് റീറ്റെയിൽ ആൻഡ് ഈ വലിയ മോൾസ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്സ്. പിന്നെ ആയുർവേദ, വെൽനെസ്, ഇവയെല്ലാമാണ് കേരളത്തിൻ്റെ റിയൽ സക്സസ് സ്റ്റോറീസ്. ഇവയെല്ലാം എക്സ്ക്ലൂഡ് ചെയ്തിട്ട് മാനുഫാക്ചറിങ് വ്യവസായങ്ങൾ വേറെ ഏതെങ്കിലും സക്സസ് സ്റ്റോറീസ് കേരളത്തിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങി. അത് 50 എൻട്രീസ് വന്നപ്പോൾ ഞാൻ എൻ്റെ ലിസ്റ്റ് അവിടെ വെച്ച് നിർത്തി. ഞാൻ പറഞ്ഞു, എൻ്റെ പഠനത്തിന് ഈ 50 മതി, ഇനി ഒരു 50 എണ്ണം കൂടെ കിട്ടിക്കൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു പ്രൂവ് എനിത്തിങ്. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ് ദീസ് 50 companies. For instance, how many of you know which is India's largest in vitro diagnostic test kit company? In vitro diagnostic test kit എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് quite a mouthful. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ബ്ലഡ് സാമ്പിൾ ഒരു ലാബിൽ ടെസ്റ്റിന് കൊടുത്താൽ ആ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്ന മിക്ക ഇൻസ്ട്രുമെൻസും റീഏജൻസ് ഉണ്ടാക്കുന്ന കമ്പനീസാണ് ഇൻ വിട്രോ ഡയഗ്നോസ്റ്റിക് കമ്പനീസ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് മാർക്കറ്റ് ഷെയർ ഉള്ള ഇൻ വിട്രോ ഡയഗ്നോസ്റ്റിക് കമ്പനി ഏതാണെന്നറിയാമോ? ഇറ്റ് ഈസ് എ കമ്പനി കോൾഡ് അഗാപ്പെ ഡയഗ്നോസ്റ്റിക്സ്. പട്ടിമറ്റം എന്ന് പറഞ്ഞ കോലഞ്ചേരിക്ക് അടുത്തുള്ള ഒരു ചെറിയ റൂറൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കമ്പനി. അവർക്കിപ്പം ലാസ്റ്റ് കൗണ്ട് ദേ ഹാഡ് 3 factories. 4ാമത്തെ ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുക. തോമസ് ജോൺ എന്ന് പറഞ്ഞൊരാളാണ് അതിൻ്റെ ആന്ത്രപ്രനർ. എനിക്ക് ആ കമ്പനിയെ പറ്റി നന്നായിട്ട് അറിയാം. ബിക്കോസ് ഐ വാസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഓൺ ദറ്റ് കമ്പനീസ് ബോർഡ് ഫോർ 3 years. ഇറ്റ്സ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് സക്സസ് സ്റ്റോറി. ഇന്ത്യയിൽ മാത്രമല്ല, ഏഷ്യയിൽ എവിടെയെങ്കിലും നമ്മൾ ഒരു ഡെൻറ്റിസ്റ്റിനെ പോയി കണ്ട് ഈ ഒരു ക്രൗണിന് വേണ്ടിയുള്ള ഒരു ഇംപ്രഷൻ എടുത്ത് അവർ എവിടെ ആയിരിക്കും ഇത് അയക്കുന്നത്, അവരെവിടെയോ അയക്കുന്നു എന്ന് നമുക്കറിയാം അല്ലേ? ഇമെയിലായിട്ട് ആ ഇംപ്രഷനും അതിൻ്റെ ഇമേജ് എവിടെയോ അയക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ തന്നെ ദ ബിഗ്ഗസ്റ്റ് മേക്കർ ഓഫ് ദോസ് ക്രൗൺസ് ആൻഡ് ഓൾ ദോസ് പ്രോസ്തെറ്റിക്സ് is a company in മൂവാറ്റുപുഴ called Dent Care. 2500 പേര് ജോലി ചെയ്യുന്ന അൾട്രാ മോഡേൺ ഫെസിലിറ്റി ഉള്ള ഒരു കമ്പനി കോൾഡ് Dent Care, which is India's largest exporter of electronics hardware equipment. Can anybody say? It is a company called SF4 Technologies in Kakinada, Export Processing Zone. SF4 Technologies makes ultrasound imaging, high technology imaging equipment for General Electric and for Philips of Holland. അവരുടെ ഫാക്ടറി പോയി കണ്ടാൽ ഏത് മലയാളിക്കും ഏത് ഇന്ത്യക്കാരനും അഭിമാനം തോന്നും. In that huge factory, the products are sent to final markets without pre-inspection. ആലോചിച്ച് നോക്കണം. ഈ ഫിലിപ്സ് ഓഫ് ഹോളണ്ട് ആൻഡ് GE, ഈ 2 പേര് കേട്ട ലോക പ്രശസ്തമായ ഭീമന്മാർ 2 പേരും ദേ ആർ 6 Sigma കമ്പനീസ്. 6 Sigma എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ലോകത്ത് 6 Sigma എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒളിമ്പിക് ഗോൾഡ് മെഡലിനെക്കാട്ടിലും ഹയർ ഉള്ള ഒരു ബഹുമതിയാണ് 6 Sigma.
ഈ രണ്ട് കമ്പനീസും 6 സിഗ്മ കമ്പനീസ്. അതിനർത്ഥം അവർക്ക് അത്രയും ടഫായിട്ടുള്ള ക്വാളിറ്റി എന്താ പറയുക ആക്സെപ്റ്റൻസ് കണ്ടീഷൻസാണ്. അവർക്ക് രണ്ടുപേർക്കും SFO ടെക്നോളജീസ് കാക്കനാട്ടിൽ ഈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ പ്രയർ പ്രീ ഷിപ്മെൻറ്റ് ഇൻസ്പെക്ഷൻ ഇല്ലാതെ അൾട്ടിമേറ്റ് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നു. How many of you have heard of a company called Vajra Rubber? വജ്ര റബ്ബർ എന്ന് പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല ഹവായി ചപ്പലോ ബലൂൺസോ. അല്ല, അതിലൊന്നും അത് ഞാൻ പരിഹസിച്ച് പറയുകയല്ല. ഹവായി ചപ്പൽ നിർമ്മാതാക്കൾ they are doing a good thing, they are making profit, they are employing people. It's an economic activity. അതുകൊണ്ട് ഞാനത് ചെറുതായിട്ട് I'm not trying to mock them. പക്ഷേ ഞാൻ പറയുന്നത് വജ്ര റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ ഉൽപ്പന്നങ്ങളും ബാക്കിയുള്ളതും തമ്മിൽ ചെറിയ വ്യത്യാസം. അവർ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഇന്ത്യൻ നേവിയുടെ ടോപ്പ് സീക്രട്ടായിട്ടുള്ള സ്റ്റെൽത്ത് സബ്മറീൻസ് ആൻഡ് സ്റ്റെൽത്ത് വാർഷിപ്സിൻ്റെ സ്റ്റെൽത്ത് കോട്ടിംഗ് ഉണ്ടല്ലോ, ഈ അൾട്രാസോണിക് ഈ സോണാർ ഇമ്പൾസസ് ഡിറ്റക്റ്റ് ചെയ്യാതെ ഇരിക്കാനായിട്ടുള്ള ഒരു കോട്ടിംഗ്, അതാണ് വജ്ര റബ്ബറിൻ്റെ പ്രോഡക്റ്റ്. വജ്ര റബ്ബറിൻ്റെ ഓർഡർ ബുക്സ് ആർ ഫുൾ. അവരുടെ ബിഗസ്റ്റ് കസ്റ്റമർ ഇസ് ദ ഡിഫൻസ് ഫോഴ്സസ്. ദിസ് ഫാക്ടറി ഈസ് somewhere ഇരിഞ്ഞാലക്കുട. അപ്പം ഞാൻ ഈ റിയലി ബിഗ് കമ്പനീസിലേക്ക് വന്നിട്ടില്ല. ദീസ് ആർ ഓൾ മീഡിയം സൈസ്ഡ് കമ്പനീസ്. നൗ വി കം ടു ദ റിയലി ബിഗ് ഫെലോസ്, സം ഓഫ് ഹൂം യു മേ ഹാവ് ഹേർഡ് ഓഫ്. സിന്തൈറ്റ് നിങ്ങൾ കേട്ട് കാണും അല്ലേ? CV ജേക്കബ് എന്ന് പറയുന്ന സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് കോഴഞ്ചേരി കിഴക്കമ്പലത്തുകാരൻ, ഒരു സാമാന്യ സമ്പന്നമായിട്ടുള്ള ഒരു കാർഷിക കുടുംബത്തിൽ നിന്ന് ജനിച്ച ആൾ, ചെറിയ കോൺട്രാക്റ്റ് ജോലിയൊക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹം 5 ലക്ഷം രൂപ മുടക്കി started a company in Kelkambalam called Synthite. Today that company's turnover is about 3,000 crores. And the company has factories not only in Kerala, it has factories outside Kerala. It has 3 factories in Xinjiang province in China. എല്ലാം തുടങ്ങിയത് കിഴക്കമ്പലത്ത് നിന്ന്. അവരുടെ തന്നെ ഫാമിലിയുടെ വേറെ ഒരു ബ്രാഞ്ച് എന്തോ ഫാമിലി സ്പ്ലിറ്റ് ആയി. they started another company called Plant Lipids, which is almost as big as Synthite. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു 1,500 കോടി രൂപ കവിഞ്ഞ് കാണും. ഇറ്റ്സ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് സക്സസ് സ്റ്റോറി. ഇവർ രണ്ടുപേരും അവരുടെ ഫാക്ടറീസിൽ ചെന്നാൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇസ് ദെയർ R&D ഡിപ്പാർട്ട്മെൻറ്റ്. ആൻഡ് സിന്തൈറ്റും പ്ലാന്റ് ലിപ്പിഡ്സും ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ R&D ഈച്ച് ഇയർ മസ്റ്റ് ബി റണ്ണിങ് ഇൻ ടു 10, 20, 30, 40 crores. അത്ര മാത്രം R&Dയിൽ ചിലവാക്കും അവർ. സോ നൗ let us link it back to my original statement. അപ്പോൾ കേരളത്തിൽ വ്യവസായം നടക്കില്ല. പിന്നെ ഇതെല്ലാം എങ്ങനെ വന്നു? ഒരു കമ്പനി, ബാലഗോപാലിൻ്റെ കമ്പനിയാണെങ്കിൽ അത് ഊപ്പർവാലയുടെ കൃപ കൊണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ടു. somehow fluke. 2-3 എക്സാമ്പിൾസ് യു ക്യാൻ സേ. പക്ഷേ 50-100 എക്സാമ്പിൾസ്. ഈ കമ്പനീസ് എല്ലാം കഴിഞ്ഞ 30-35 വർഷത്തിനുള്ളിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനീസാണ് ഇതെല്ലാം. ചെറിയ തോതിൽ തുടങ്ങി, ചെറിയ ക്യാപിറ്റൽ വെച്ച് തുടങ്ങി, ഓർഗാനിക്കലി വളർന്ന് പടിപടിയായിട്ട് വളർന്നു വന്ന് പിന്നെ നാഷണൽ ലെവലിലും ആഗോളതലത്തിലും പ്രശസ്തിയും മാർക്കറ്റ് ഷെയറും പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ള കമ്പനീസാണ് ഇവരെല്ലാം. ഓൾ ദീസ്. അപ്പോൾ അതൊരു വിരോധാഭാസമാണല്ലോ അല്ലേ? അത് നമ്മൾ ഇപ്പം സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ വി ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് മനസ്സിലാകാത്ത നമ്മുടെ ഐഡിയാസുമായിട്ട് ചേരാത്ത ഫാക്ട്സ് കാണുമ്പം, അപ്പം നമ്മുടെ ഐഡിയ എന്താണ്? ഇവിടെ മാനുഫാക്ചറിങ് വ്യവസായം, ഇവിടെ ഒരു വ്യവസായം നടക്കില്ല, ബിക്കോസ് ഇവിടെ അങ്ങനത്തെ ഒരു നശിച്ച സ്ഥലമാണ്, എല്ലാം നോക്കുകൂലി അട്ടിമറി ഇതൊക്കെ. ദെൻ ഹൗ ഡിഡ് ദീസ് കമ്പനീസ് സ്റ്റാർട്ട്? PK സ്റ്റീൽസ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ഇപ്പം സ്പൈസസ് പ്രോസസ്സിങ്,
റബ്ബർ പ്രോസസ്സിങ്. ഇപ്പം നമ്മുടെ പ്ലാസ്റ്റിക്സ് പ്രോസസ്സിങ് ആണ്. ഒരു ഐറ്റം പോലും എൻ്റെ കമ്പനിയിലെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം പോലും ഞങ്ങൾ കേരളത്തിൽ നിന്നല്ല സോഴ്സ് ചെയ്യുന്നത്, എല്ലാം പുറത്ത് നിന്ന് സോഴ്സ് ചെയ്യുന്നു. ഈ ട്രഡീഷണൽ ഐഡിയ ഓഫ് മാനുഫാക്ചറിങ് എന്താണ്? റോ മെറ്റീരിയൽ ഉള്ള സ്ഥലത്ത് പോയി ഒന്നിൽ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ മാർക്കറ്റ്സ്, ഇത് രണ്ടും ആയിട്ടുള്ള പ്രോക്സിമിറ്റി ആയിരിക്കും നമ്മുടെ വ്യവസായത്തിൻ്റെ ലൊക്കേഷനെ നിർണ്ണയിക്കുന്നത്, അല്ലേ? പക്ഷേ ഈ ഇൻഡസ്ട്രി 2.0, ഇൻഡസ്ട്രി 3.0 ഒക്കെ വന്നപ്പം അപ്പോഴത്തേക്ക് വലിയൊരു മാറ്റം വന്നു. അതെന്തായിരുന്നു? ലൊക്കേഷൻ ഡസൻ മാറ്റർ. ടൈവാനിൽ എന്ത് റോ മെറ്റീരിയൽ ഉണ്ട്, എന്ത് മാർക്കറ്റുണ്ട് അവിടെ? ആകെ നമ്മുടെ കേരളത്തിൻ്റെ 2/3 സൈസാണ് പോപ്പുലേഷൻ, 20 മില്യണേ ഉള്ളു അവിടെ. ദർ ഇസ് നോ മാർക്കറ്റ്, ദർ ഇസ് നോ റോ മെറ്റീരിയൽ, ദർ ഇസ് നോ അഡ്വാൻറ്റേജ് ഓഫ് എനി കൈൻഡ്. ദേ ആർ വൺ ഓഫ് ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മാനുഫാക്ചറേഴ്സ്. അവർ ദൂരേന്ന് റോ മെറ്റീരിയൽസും കോമ്പണൻസും എല്ലാം ഇറക്കുമതി ചെയ്ത് അവിടെ സംസ്കരിച്ച് അവിടെ അവരുടെ ഡിസൈൻ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ പ്രോഡക്റ്റ്സ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ദൂരെയുള്ള മാർക്കറ്റ്സിലേക്ക് കയറ്റയച്ച് നല്ല കാശുണ്ടാക്കുന്നവരാണ്. അതുപോലെയാണ് സൗത്ത് കൊറിയ. ഓക്കെ, അപ്പം സംതിങ് ഹാസ് ഹാപ്പൻഡ് ഇൻ കേരള. അതാണ് എൻ്റെ ഹൈപ്പോത്തസിസ്. സംതിങ് ഹാപ്പൻഡ് ഇൻ കേരള വിച്ച് എനേബിൾഡ് ഇമാതിരി ഹൈ ടെക്നോളജി മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് ഒന്ന് പിടിച്ച് നിൽക്കാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും വളരാനുമായിട്ട് എന്തോ അനുകൂലമായിട്ടുള്ള ഏതോ സാഹചര്യങ്ങളുണ്ട് കേരളത്തിൽ. അത് എന്താണെന്ന് ഇനി വി ഹാവ് ടു ട്രൈ ടു ഫൈൻഡ് ഔട്ട്. സോ നൗ അവിടെയാണ് ഈ പബ്ലിക് പോളിസി എന്ന് പറയുന്ന വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്. അപ്പം ഈ നേരത്തെ ഉള്ള ഈ ഇക്കണോമിക് തിയറിയിൽ, ഗ്രോത്ത് തിയറിയിൽ നമ്മൾ കാണുന്നത് വൺ സെറ്റ് ഓഫ് തിയറീസ്, എക്സ്പ്ലനേഷൻസ് അബൌട്ട് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇസ് ഇതെല്ലാം നാച്ചുറലി ഓർഡൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റോ മെറ്റീരിയൽ എൻഡോമെൻറ്റും വേറെ പല ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാകുന്ന ചില അഡ്വാൻറ്റേജസ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഉണ്ടാകുന്ന ഈ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡൊക്കെ വെച്ച് നോക്കിയാൽ ഈ പല ഫാക്ടേഴ്സ് കൊണ്ട് ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് ആ അഡ്വാൻറ്റേജസ് മുതലെടുക്കാനായിരിക്കണം ഒരു സമൂഹത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ശ്രമം. അപ്പം ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ, അതായത് നമ്മൾ ഒരു സമൂഹം ഡെലിബറേറ്റായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് നമ്മൾ ഇങ്ങനത്തെ ഈ രീതിയിലുള്ള ഒരു വ്യവസായ സംസ്കാരമാണ് നമുക്ക് വേണ്ടത്, ഈ മാതിരിയുള്ള ഒരു ഇക്കോണമിയാണ് നമുക്ക് വേണ്ടതെന്ന് അങ്ങനെ തീരുമാനിക്കാനായിട്ടുള്ള സ്കോപ്പൊന്നുമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ തന്നെ ഒരു ഇക്കണോമിക് തിയറീസ്, ഒരു സെറ്റ് ഓഫ് ഇക്കണോമിക് തിയറീസ് ഉണ്ടായിരുന്നു. ലെസേ ഫെയർ ഇക്കണോമിക് തിയറി എന്ന് പറഞ്ഞാൽ ലീവ് എവറിത്തിങ് അലോൺ, ഡോണ്ട് ഡു എനിത്തിങ് ആൻഡ് ലെറ്റ് ദി നാച്ചുറൽ മാർക്കറ്റ് ഫോഴ്സസ് കം ആൻഡ് ദേ വിൽ. അപ്പോൾ അങ്ങനെ ഒരു തിയറി. ദെൻ ദർ വാസ് another set of theories which opposed that, which said no, ഒരു രാഷ്ട്രത്തിൻ്റെ ഇക്കണോമിക് വളർച്ചയ്ക്ക് വേണ്ടി പബ്ലിക് പോളിസി മസ്റ്റ് സെറ്റ് ദി ഡയറക്ഷൻസ്. അപ്പം so we had two camps in that. Now the first campൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വക്താക്കൾ ആരാണ്? The West. The affluent West, which had already become the richest countries in the world over a period of 100-200 years, where the explanation for their wealth is very complicated. It is not only technical excellence but also colonialism. It is also the flow of capital which was looted from former great centers of production like China and India, and ഒഴുക്ക് which went to the West to finance. അതിനെപ്പറ്റി there is now enough documentary evidence to prove that that is really what happened. അപ്പം അങ്ങനെ ഒരു സെറ്റ് ഓഫ് തിയറീസ്. There was this other set of theories which said that ഒരു രാജ്യത്തിന് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് അഡോപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആൻഡ് അത് ഇഫ് ദേ ആർ ഡിറ്റർമിൻഡ് ആൻഡ് ദേ ഹാവ് എ പ്ലാൻ ദേ ക്യാൻ അച്ചീവ് ഇറ്റ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. After World War II, you would have heard that there was a Korean War. World War II കഴിഞ്ഞപ്പോൾ ഉടനെ there was
കൊറിയൻ പെനൻസ്യൂലയിൽ രൂക്ഷമായിട്ടുള്ളൊരു യുദ്ധം നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയയും തമ്മിൽ. അമേരിക്കൻ സപ്പോർട്ടഡ് സൗത്ത് കൊറിയ, ദ ചൈനീസ് സപ്പോർട്ടഡ് നോർത്ത് കൊറിയ, ആൻഡ് ഫൈനലി അവിടെ ഒരു ഡിവിഷൻ ഉണ്ടായി, 2 രാജ്യങ്ങളായി. അപ്പം ഈ ന്യൂലി ഫോംഡ് സൗത്ത് കൊറിയ എല്ലാം ചാമ്പലായിരുന്നു 2 രാജ്യങ്ങളും. ബിക്കോസ് സോ മച്ച് ബോംബിങ് ഹാഡ് ബീൻ ഡൺ ആൻഡ് സോ മച്ച് ഡിസ്ട്രക്ഷൻ, സോ മെനി പീപ്പിൾ ഡൈഡ്, ഇക്കോണമീസ് എല്ലാം തകർന്ന് കിടക്കുക. അപ്പോൾ അങ്ങനെ തകർന്ന് കിടന്ന സൗത്ത് കൊറിയ ഗവൺമെൻറ്, അന്ന് മിലിറ്ററി ഭരണമായിരുന്നു, അവർ പുതിയതായിട്ട് രൂപീകരിച്ച വേൾഡ് ബാങ്കിന് അവരൊരു ലോൺ അപേക്ഷ സബ്മിറ്റ് ചെയ്തു. ലോൺ അപേക്ഷ എന്തിനായിരുന്നു? ഒരു സ്റ്റീൽ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട്. സൗത്ത് കൊറിയയിൽ ഒരു സ്റ്റീൽ പ്ലാന്റ് വേണമെന്ന് ഇന്നത്തെ സൗത്ത് കൊറിയൻ സർക്കാർ തീരുമാനിച്ചു. അതിന് പൈസ വേണം, അതുകൊണ്ട് അവർ വേൾഡ് ബാങ്കിൽ ലോൺ അപേക്ഷ കൊടുത്തു. വേൾഡ് ബാങ്കിൻ്റെ ഉപദേശം ഇങ്ങനെയായിരുന്നു, പറഞ്ഞു, നിങ്ങൾക്ക് അയൺ ഓറില്ല, നിങ്ങൾക്ക് കോളില്ല, നിങ്ങൾക്ക് വലിയൊരു ഡൊമസ്റ്റിക് മാർക്കറ്റും ഇല്ല, നിങ്ങൾക്ക് ഹെവി എൻജിനീയറിങ്ങിലുള്ള പാരമ്പര്യമോ സംസ്കാരമോ ഒന്നുമില്ല, പിന്നെ നിങ്ങളെന്തിനാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾ നല്ല കൃഷിയൊക്കെ ഒന്ന് അതിൽ ഫോക്കസ് ചെയ്ത് ചെറിയ സിൽക്ക് വേം റിയറിങ്ങും അങ്ങനത്തെ ഉള്ള ചെറുകിട വ്യവസായങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെടുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റീൽ ഈ വികസിത രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുക. Seems so reasonable, isn't it? But the South Koreans were determined people. അവർ പറഞ്ഞു, ഓ വേൾഡ് ബാങ്ക് നമുക്ക് ലോൺ തരില്ല. ശരി, ദേ അപ്രോച്ച് ജപ്പാൻ. അപ്പോൾ അന്ന് ഈ വേൾഡ് വാർ 2-ലുള്ള വാർ ക്രൈംസിന് പ്രായശ്ചിത്തമായിട്ട് ജപ്പാൻ വാസ് ഗിവിങ് വാട്ട് വാസ് കോൾഡ് വാർ റെപ്പറേഷൻസ് ടു എഫക്റ്റഡ് കൺട്രീസ്, including they paid to China and others. ചെറിയ certain amount which was fixed, and ജപ്പാൻ അത് ആക്സെപ്റ്റ് ചെയ്ത് ആ പൈസ കൊടുത്തു. അപ്പോൾ ആ കണക്കിൽ കുറച്ച് പൈസ അവിടെ കിടപ്പുണ്ടായിരുന്നു സൗത്ത് കൊറിയയുടെ അക്കൗണ്ടിൽ. അപ്പം സൗത്ത് കൊറിയ ചെന്ന് ഇങ്ങനെ അപേക്ഷിച്ചപ്പം അവർക്കൊരു സ്റ്റീൽ പ്ലാന്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഐ ഡോണ്ട് നോ ഹൗ മച്ച്, ലെറ്റ് us say $50 million സംതിങ്. ജപ്പാൻ ഗവൺമെൻറ് സാങ്ഷൻഡ് ഇറ്റ്. ആ $50 million വെച്ചിട്ട് ദേ സ്റ്റാർട്ടഡ് എ സ്മോൾ കമ്പനി making steel which they knew nothing about. Today that company is called POSCO, and it is the second largest and second most profitable steel manufacturer in the whole world. And South Korea has become one of the greatest centers of heavy engineering, heavy machine building and industrialization. അപ്പം ഇതാണ് the power of public policy. ഓ ഇവിടെ വ്യവസായം ഇല്ല, നമ്മൾ മീൻപിടുത്തം, മറ്റേ കയറ്, ട്രഡീഷണൽ വേ ഇതെല്ലാം ചെയ്താൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ, സോ വി മസ്റ്റ് ഹാവ് എ പബ്ലിക് പോളിസി വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് ഡ്രീമിങ് ബിഗ്. അപ്പോൾ അങ്ങനെ ഒരു പബ്ലിക് പോളിസി കേരളത്തിൽ ഉണ്ടായോ? എൻ്റെ ഹൈപ്പോത്തസിസ് അങ്ങനെ ഉണ്ടായി, പക്ഷേ ഇറ്റ് ഹാസ് പാസ്ഡ് അൺനോട്ടിസ്ഡ്. ഇതുവരെ ഇറ്റ് വാസ് നോട്ട് നോട്ടിസ്ഡ്. അതെന്തായിരുന്നു? അപ്പം കേരളത്തിൽ ഹൈ HDI ഉണ്ടായി, നമ്മുടെ ലിറ്ററസി ഹൈ ആണ്, നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇസ് ഗുഡ്, നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഏറ്റവും കുറവാണ്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് വ്യവസായം വരണമെന്ന് നിർബന്ധമുണ്ടോ? ജസ്റ്റ് ആലോചിച്ച് നോക്കണം. ദീസ് മേ ബി നെസസറി കണ്ടീഷൻസ്, ബട്ട് ദേ ആർ നോട്ട് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ്. That means something else must happen. ഇത് എല്ലാവരും ലിറ്ററേറ്റും എല്ലാവരും are reasonably healthy and everybody has access to clean drinking water. അതുകൊണ്ട് ഹെവി ഇൻഡസ്ട്രി അല്ലെങ്കിൽ എന്തെങ്കിലും മോഡേൺ ഇൻഡസ്ട്രി വരണമെന്നുണ്ടോ? ഇല്ല. സംതിങ് എൽസ് മസ്റ്റ് ഹാപ്പൺ. അപ്പം ഐ ആം പുട്ടിംഗ് ടുഗെദർ എ ഹൈപ്പോത്തസിസ് based on many facts which are available in the public domain and some facts which I knew because ഇതിലുള്ള പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളെ എനിക്ക് നേരിട്ട് പരിചയമുണ്ടായിരുന്നു. 1970s അച്യുത മേനൻ ആയിരുന്നു മുഖ്യമന്ത്രി. അന്ന് അറൗണ്ട് മിഡിൽ ഓഫ് ദി 1970s അച്യുത മേനൻ gathered together a small think tank. That think tank included Professor K.N. Raj,
Professor P.K. Gopalakrishnan, who was the planning secretary. And then he invited down people like Dr. Valyathan, and K.P.P. Nambiar, who was then working for Tatas. Ivare vilichittu, ee group had many sittings, and he asked them, you tell us what should we do? And this group did an analysis, and avaru paranju, ee agriculture and സർവീസസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റ് മോഡലും ഇവിടെ സക്സീഡ് ചെയ്യില്ല. ഇറ്റ് വിൽ നോട്ട് ബി ഇനഫ് ടു മേക്ക് കേരള ഒരു വികസിത സംസ്ഥാനമാക്കാനായിട്ട്, ഒരു വികസിത ഇക്കോണമി സമ്പദ്ഘടന ആക്കാനായിട്ട് ഇതിനെ കൊണ്ട് മാത്രം പറ്റത്തില്ല. അതിന് മാനുഫാക്ചറിങ് അനിവാര്യമാണ്. അപ്പം മാനുഫാക്ചറിങ് അനിവാര്യമാണെങ്കിൽ ഏത് തരത്തിലുള്ള മാനുഫാക്ചറിങ്? ഇവിടെ ഒരു റോ മെറ്റീരിയൽസ് ഒന്നുമില്ല എക്സെപ്റ്റ് ഫോർ ഇൽമനൈറ്റ്, മോണോസൈറ്റ്, നമ്മൾ അതിന് ടൈറ്റാനിയമും ഒക്കെ ഉണ്ട്. സോ അവർ പറഞ്ഞത്, ആൻഡ് റിമെമ്പർ ദ ടൈം, ഇറ്റ് വാസ് ഇൻ ദ mid-1970s. Almost at the same time that Taiwan and all were launching their economic development, and South Korea was launching its economic development, and Malaysia and East Asian countries were launching their economic development. എല്ലാവരുടെ അനാലിസിസ് വാസ് ഓൾമോസ്റ്റ് എക്സാക്ട്ലി ദ സെയിം. അവരും എല്ലാം പറഞ്ഞ് നമുക്ക് റോ മെറ്റീരിയൽസ് ഇല്ല, നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ ഒരു സംസ്കാരമില്ല, ഇൻഡസ്ട്രിയൽ പാരമ്പര്യമില്ല. ദെൻ ഹൗ ഡു വി ഡെവലപ്പ് ഇൻഡസ്ട്രി ഹിയർ? അവരെല്ലാവരും തിരഞ്ഞെടുത്ത മേഖല ഏതായിരുന്നു? ഇലക്ട്രോണിക്സ് ആയിരുന്നു. സോ ദേ സെലക്റ്റഡ് ഇലക്ട്രോണിക്സ്. നൗ ദി ഹോൾ ഐഡിയ വാസ്, ഒരു വലിയ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയെ ഇവിടെ വിളിച്ച് നിങ്ങളൊരു 10,000 പേര് എന്താ പറയുക തൊഴിൽ കൊടുക്കുന്ന ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്ത് അതുകൊണ്ടായില്ല. ഇഫ് ഇറ്റ് വാസ് എ ലോ സ്കിൽ ആൻഡ് ജസ്റ്റ് അസംബ്ലി, CKD, കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ കണ്ടീഷനിലുള്ള ഈ നോക്കിയ ആൻഡ് ഫോക്സ്കോൺ ഫാക്ടറീസിലൊക്കെ ഉള്ളതുപോലെ ഒരു ഫാക്ടറി ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ മച്ച് യൂസ്. യു നീഡ് ടു ബി ഏബിൾ ടു എംപ്ലോയ് സ്കിൽഡ് പീപ്പിൾ, ക്വാളിഫൈഡ് പീപ്പിൾ. So K.P.P. Nambiar came up with this idea of setting up a diversified electronics base under what was called the Kerala State Electronics Development Corporation. ഇത് വലിയൊരു നെയിമാണ്, പക്ഷേ വി ഓൾ റിമെമ്പർ ദറ്റ് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ബൈ ഇറ്റ്സ് ബ്രാൻഡ് നെയിം വിച്ച് വാസ് കെൽട്രോൺ. അതൊരു ഐതിഹാസികമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനുശേഷം നടന്നത്. ഇൻ എ വെരി ഷോർട്ട് ടൈം പൊതുമേഖലയിൽ തുടങ്ങിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള പരിമിതമായിട്ടുള്ള ക്യാപിറ്റൽ റിസോഴ്സസ് വെച്ച് അന്നത്തെ കേരള സർക്കാർ ഫണ്ട് ചെയ്ത് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് KSEDC, കെൽട്രോൺ. ബട്ട് വാട്ട് ഡിഡ് ദേ ഡു? അവർ 1-2 സെൻറ്റേഴ്സിൽ വലിയ ഫാക്ടറീസ് അല്ല സെറ്റപ്പ് ചെയ്ത്. അവർ ചെയ്തത് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഇൻ ഓൾ ദ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള ദേ സെറ്റപ്പ് സ്മോൾ, മീഡിയം സൈസ്, SME സൈസിലുള്ള വെഞ്ചേഴ്സ്. അപ്പം തിരുവനന്തപുരത്ത് കരകുളത്ത് ദേ സെറ്റപ്പ് എ കൺസ്യൂമർ പ്രോഡക്ട്സ് തിങ്, ദേ സെറ്റപ്പ് എ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് പ്ലാന്റ്. അരൂരിൽ ദേ സെറ്റപ്പ് ദി കെൽട്രോൺ കൺട്രോൾസ് യൂണിറ്റ്. ദെൻ ദേ ഹാഡ് കെൽട്രോൺ പെരിഫറൽസ്, കെൽട്രോൺ കോമ്പണൻസ് കോംപ്ലക്സസ്. ഇങ്ങനെ പല പേരിലുള്ള പ്രസ്ഥാനങ്ങൾ were set up across. So what happened? By doing so, see, വേറൊരു കാര്യം കേരളത്തിനെ പറ്റി നമ്മളെല്ലാം ഓർക്കേണ്ടത് എന്താണ്? സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആൻഡ് ആഫ്റ്റർ ദി ഫസ്റ്റ് 20 years ഓഫ് ഒരു പുതിയ ആഫ്റ്റർ ദ റീഓർഗനൈസേഷൻ ഓഫ് കേരള, നമ്മുടെ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സൽ എഡ്യൂക്കേഷനും ഇതെല്ലാം കൊണ്ടുവന്നതുകൊണ്ട് വി ഹാഡ് എ സ്കിൽഡ് educated people who are going to college. Many of them are going to college degrees എടുത്ത്, ചിലർ സയൻസ് ഡിഗ്രീസ് എടുത്ത്, ചിലർ എൻജിനീയറിംഗ് പഠിച്ച്. പക്ഷേ അവരെ എംപ്ലോയ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിലില്ലായിരുന്നു. അന്നത്തെ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഫാക്ടറീസ് എല്ലാം ഉയർന്നു വന്നതെല്ലാം ഇൻ അതർ പാർട്സ് ഓഫ് ഇന്ത്യ, ബിക്കോസ് ഇൻ കേരള വാസ് പൊളിറ്റിക്കലി ഓൾവേസ് ഇൻ ദ റോങ് ക്യാമ്പ്. സോ പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യമായിട്ടൊന്നും കേരളത്തിൽ വന്നില്ല. പുറത്തായതുകൊണ്ട് മലയാളീസിൻ്റെ ഒഴുക്ക്, ട്രെയിൻഡ് ക്വാളിഫൈഡ് പീപ്പിൾ ഫ്രം കേരള വെൻറ്റ് ടു Bhilai and Rourkela and Kanpur and Lucknow and Pune and Bangalore and Hyderabad and all these places. വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അവിടുത്തെ ഉള്ള സെൻട്രൽ ലബോറട്ടറീസിലൊക്കെ പോയി അവർക്ക് അവിടെ ജോലി കിട്ടി. ബിക്കോസ് ദേ വർ സ്മാർട്ട്. അവർക്ക് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ആണെങ്കിൽ മലയാളിക്ക് എവിടെ ചെന്നാലും വിൽ ബി ഏബിൾ ടു സക്സീഡ്. അപ്പോൾ അങ്ങനെ ചെന്നു.
അതിൻ്റെ ഒരു തെളിവാണ് ഓരോ അടുത്ത് ചെന്നാൽ ഒരു 4 മലയാളി അസോസിയേഷൻസ് കാണും. ഒരിക്കലും ഒരു അസോസിയേഷൻ കാണത്തില്ലല്ലോ അല്ലേ? ആദ്യം ഒരു അസോസിയേഷൻ ഉണ്ടാവും, പിന്നെ അത് പിളർന്ന് 2 ആവും, പിന്നെ അത് ഓരോന്നും പിന്നെയും പിളർന്ന് 3 ആവും, മറ്റേ ഫാക്ഷൻ ഈ ഫാക്ഷൻ എന്ന് പറഞ്ഞ്. എന്തായാലും മലയാളി ആൻഡ് കേരള അസോസിയേഷൻസ് ഇല്ലാത്ത ഒരു മേജർ ഇന്ത്യയിൽ വേറെ ഒരു മേജർ ടൗൺ ഇല്ല. അതിൻ്റെ അർത്ഥം ദേ വെൻറ്റ് ഔട്ട് ആൻഡ് ഗോട്ട് ജോബ്സ്. നൗ വെൻ the Achuthamenon government started Keltron in the mid-70s and these started coming up in the early 80s. What happened was, technically qualified Malayalis, for the first time, they had a chance to get a job closer to home. രണ്ടാമത്തെ കാര്യം which the Achuthamenon government did was, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു to set up, they said every state government must set up a science, technology and environment committee, and under that committee they must set up labs of their own. അതിന് കേന്ദ്ര സർക്കാർ സഹായിക്കാമെന്നും പറഞ്ഞു. No state government took up that offer. അവർക്ക് വേറെ പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു. they were looking. The Achuthamenon government took it up and set up Sri Chitra Tirunal Institute for Medical Science and Technology, Center for Earth Science Studies, the Forest Research Institute, Peachy, Center for Water Resources Development and Management, Center Plantation Crops Research Institute or Tuber Crops Research Institute. Idellam came up. Now what did that mean? Within matter of 2-3 years, advanced research laboratories came up in Kerala which could employ people with MScs, people with PhDs, whereas previously കോളേജുകളിലെ അക്കാഡമിക് പൊസിഷൻസ് ഒഴിച്ച് റിസർച്ചിന് സാധ്യതകൾ ഒട്ടും ഇല്ലായിരുന്നു ഇൻ കേരള. യു ഹാഡ് ടു ഗോ ഔട്ട്സൈഡ് കേരള. സോ ദി സെക്കൻഡ് തിങ് വാസ് ദിസ്. മൂന്നാമത്തത് വാസ് എ ആക്സിഡൻറ്റ്. ഐ എം നോട്ട് ആക്സിഡൻറ്റ്, ഇറ്റ് വാസ് എ കോയിൻസിഡൻറ്റ് ദാറ്റ് അതേ കാലഘട്ടത്തിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ വാസ് സെറ്റപ്പ് ഇൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഫെസിലിറ്റി അല്ല. You had the Valiyamala Center, you had the Mahendragiri Center, you had the Tumba Liquid Propulsion Center, you had the Wind Tunnel Center, and you had various other centers. Appam idilakke oru between 3,000 and 5,000 technical engineering graduates were needed for this. Other by open competition, people came from all across India. Nalloru. And many of them came and settled down in Trivandrum and never went back. Appam for the first time, Trivandrum had Marathi Association, Bengali Association. This was a reversal of what and every city in India had a Kerala Association. Now for the first time, you had cities in Kerala which had a Marathi Association and which was celebrating Durga Puja and which was celebrating Ganesh Chaturthi and all things which we in Kerala don't celebrate. Appam, so that meant that opportunities were growing in Kerala for this. So a combination of these three meant that ആദ്യമായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ for the first time a critical mass of technically qualified people were available inside the state of Kerala. Now ആലോചിച്ച് നോക്കണം. അപ്പം I have in my book I have studied 2 cases in detail case studies ഉണ്ട്. ഒന്ന് എൻ്റെ കമ്പനിയുടെ കേസ് സ്റ്റഡി, മറ്റേത് PK Steels. Why these two? എൻ്റെ കമ്പനിയുടെ I had access to the information. PK Steels because K.E. Moidu, who is the managing director and chairman of managing director of PK Steels, is a very good friend and he was willing to answer all my questions and ഞാൻ പല വിസിറ്റ്സിന് അവരുടെ ഫാക്ടറീസിലൊക്കെ പോയി ഒക്കെ. ഈ 2 കമ്പനീസും when we different വ്യത്യസ്തമായിട്ടുള്ള കമ്പനീസ്. എൻ്റെ കമ്പനി വാസ് എ advanced medical devices company using plastic materials and plastic components with some electronics in it. PK Steels was a specialty steel casting company which made steel casting projects for very highly demanding customers across the world. Our customer list is a who's who of the world's leading engineering companies. They hardly sell 10% of their production inside India. And India they sell to the Nuclear Power Corporation for heavy water pumping plants in the housing. Very specialized material. Now,
high-tech manufacturing ventures-ന് just having some technician trained in an ITI and all is not enough. You need technical skills. You need to do technical testing. You need to do technical evaluation of materials എല്ലാം. ഇതെല്ലാം ഇൻ ഹൗസായിട്ട് ചെയ്യാൻ ഒരു SMEക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പം ദാറ്റ് മീൻസ് എവിടെങ്കിലും നിയർ ബൈ ഇൻ ദ ഈക്കോ സിസ്റ്റം ദീസ് ഫെസിലിറ്റീസ് ഷുഡ് ബി അവൈലബിൾ. ഫോർ ദ ഫസ്റ്റ് ടൈം കേരളത്തിൻ്റെ ചരിത്രത്തിൽ all these facilities became available. So what actually happened is, നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ പോളിസിയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പം we think about it in very direct terms. We think about it in proximal terms. ഞാൻ പറയുന്നതിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ്, നമ്മളൊരു പോളിസി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് ഒരു ഇൻസെൻറ്റീവ് കൊടുക്കണം. പക്ഷേ മലപ്പുറത്ത് ഒരു ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് നമ്മൾ പറയുക 15% ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി തരുന്നു. അപ്പോൾ മലപ്പുറത്ത് ഫാക്ടറീസ് വരും. ആ ഒരു very, very direct kind of approach. There is another approach to public policy which I call the climate control approach or the agricultural approach. ഒരു അഗ്രികൾച്ചറിസ്റ്റ് എന്തുവാ ചെയ്യുന്നത്? ഈ മണ്ണൊക്കെ കിളച്ച് തയ്യാറാക്കും. ഈ വിൽ പ്രിപ്പയർ ഇറ്റ്, അതിൽ കുറച്ച് വളമൊക്കെ ഇടും, പിന്നെ അത് നനയ്ക്കും, പിന്നെ ആ വിത്ത് അതിലോട്ടിടും. ദ പ്ലാന്റ് ഡസ് ദ റെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് കർഷകനൊന്നും ചെയ്യണ്ട. ഹി ഹാസ് ടു ജസ്റ്റ് സീ ദാറ്റ് പെസ്റ്റ്സ് ആൻഡ് ഡിസീസസ് ആൻഡ് വീഡ്സ് ഒന്നും ഈ ചെടിയുടെ വളർച്ചയായിട്ട് ഇൻറ്റർഫിയർ ചെയ്യാതിരിക്കാനായിട്ട് ഉള്ള ചില വേണ്ട നടപടികൾ എടുക്കണമെന്ന് മാത്രമേ. സോ ദിസ് ഈസ് വാട്ട് ഐ കോൾ എ ക്ലൈമറ്റ് കൺട്രോൾ അപ്രോച്ച്. യു ക്രിയേറ്റ് ഈ വ്യവസായം വളരാനായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക. അതാണ് പബ്ലിക് പോളിസിയുടെ ഇൻറ്റൻഷൻ. അല്ലാതെ നോട്ട് ടു ഡു തിങ്സ് ഡയറക്ട്ലി. ഇറ്റ് നീഡ് നോട്ട് ബി ദറ്റ്. സോ ഇറ്റ് ക്യാൻ മീൻ സെറ്റിംഗ് അപ്പ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. വൈ ആർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സെറ്റപ്പ്? ഇൻഡസ്ട്രിയൽ ലാൻഡിൻ്റെ ലഭ്യത വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ് കേരളത്തിൽ. ബിക്കോസ് ലാൻഡ് ഈസ് നോട്ട് അവൈലബിൾ ഓർ ലാൻഡ് ഈസ് ടു എക്സ്പെൻസീവ്. മെയിൻ തിങ് ഈസ് റീസണബിളി ഗുഡ് ലൊക്കേഷൻസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എൻജോയ് ചെയ്യുന്ന ലൊക്കേഷനിൽ ലാൻഡ് വേണമെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. വ്യവസായിക്ക് അത് പറ്റത്തില്ല. ഐ ഹാവ് സീൻ ഇൻ മെനി കേസ്, ഞാൻ മെൻറ്റർ ചെയ്യുന്ന പല മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പ്രോജക്റ്റ് കോസ്റ്റ്, അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി മാത്രം പ്രോജക്റ്റ് കോസ്റ്റ് 50 ലക്ഷം രൂപ, ലാൻഡ് 75 ലക്ഷം രൂപ. How can you do a factory? ലാൻഡിന് തന്നെ 75 ലക്ഷം രൂപ, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 50 ലക്ഷം രൂപ മതിയെങ്കിൽ. സോ ദാറ്റ്സ് വെയർ ദ ഗവൺമെൻറ് ഹാസ് ടു ഡു. IT സെക്ടർക്കൊക്കെ വേണ്ടി എത്ര എന്താ പറയുന്നത്, I can't say സൗജന്യങ്ങൾ, പക്ഷേ എത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ IT. അതിൻ്റെ ഒരു 10% വ്യവസായത്തിന് ചെയ്തു കൊടുത്തൂടെ, നോർമൽ ഇൻഡസ്ട്രിക്ക്. നമ്മുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദർ വിൽ ബി എ ഗേറ്റ്, അകത്ത് ശ്മശാനം പോലെ കിടക്കുന്ന ഒരു സ്ഥലം, പുറത്തൊരു ബോർഡും വയ്ക്കും, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയും. ദാറ്റ്സ് ഓൾ. ദർ ഇസ് നോ ഫെസിലിറ്റി, നോ സർവീസസ്, നത്തിങ് ഇൻസൈഡ്. വെയർആസ് യു ഗോ ഇൻസൈഡ് ആൻഡ് സീ ദ ടെക്നോ പാർക്സ്, യു വിൽ സീ ഇറ്റ് ഇസ് പ്ലഗ് ആൻഡ് പ്ലേ. ആ മാതിരി ഒരു ഫെസിലിറ്റിയും കൊടുത്തിട്ടില്ല ഫോർ എനി ഓഫ് ദി ഇൻഡസ്ട്രീസ്. ഇതെല്ലാം ഉണ്ടായിട്ട് അപ്പം ദാറ്റ്സ് വാട്ട് ഇൻഡസ്ട്രി ഷുഡ് ഡു. അപ്പം my hypothesis here is, and I will conclude with that Achyuta Menon government for the first time, and probably first time anywhere in India, came up with the വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ആ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു വികസന സാധ്യതകളെ വിലയിരുത്തി അതിൻ്റെ പരിമിതികളും അതിൻ്റെ സ്ട്രെങ്ത്സും ഒരു SWOT അനാലിസിസ് പോലെ ചെയ്ത് they finally came up with a plan. And the beauty of this plan was, plans ഒരുപാട് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ എത്ര എണ്ണം നടപ്പാക്കുന്നു? The beauty of this plan was, this was implemented. Before Achyuta Menon left office, most of these plans were implemented. Most of these laboratories came up. Keltron came up with amazing speed. In spite of this being Kerala, in spite of KPP Nambiar literally tearing what remaining hair he had on his head, he was, because of bureaucratic anastheme opposition. The negative features in Kerala were not the trade unions. It was bureaucratic opposition. Because
there was a strong group among the bureaucracy then who opposed Nambiar because he was an outsider. He was coming with some political backing, and that they did not like. And so anyway, that's another story by itself. But Keltron came up, the KCST laboratories came up, and after that is very interesting. It is too much of a coincidence that idellam vannu kayinittu next 30 years saw the growth of all these companies. So I will just end by just trying to list out some of these companies, because many of you may have heard some of the names, you may not have heard all the names. ഞാൻ 2-3 എണ്ണമാണ് എടുത്തു പറഞ്ഞത്. I will just read out a few names. Yeah. So first, it's my company, Terumo Penpal Limited. Then there is Agape Diagnostics. Then Dentcare, Synthite, Vajra Rubber. PK Steel Castings, AK Flavors, Plant Lipids. Kitex, which was very much in the news for all the wrong reasons. SFO Technologies. Dynamic Technomedicals. How many of you have heard about a company called Dynamic Technomedicals? വികലാംഗരായിട്ടുള്ള അല്ലെങ്കിൽ ഇഞ്ചേർഡ് ലിംബ് അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് സഹായകമായിട്ടുള്ള ചില ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന വൺ ഓഫ് ഇന്ത്യാസ് ഫ്യൂ കമ്പനീസ് ആലുവയിലുള്ള ഡൈനാമിക് ടെക്നോമെഡിക്കൽസ് ആണ്. പിന്നെ ഡൈനാമിക് കെയറോൺ ഹെൽത്ത് കെയർ. കെയറോൺ ഹെൽത്ത് കെയർ മേക്സ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്വിപ്മെൻറ്റ്. പേഴ്സണൽ PPE എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും, അതിനു മുമ്പ് ആർക്കും അറിഞ്ഞുകൂടാ വാട്ട് PPE വാസ്. ബട്ട് കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും എക്സ്പേർട്സായി. PPE അഥവാ മാസ്ക്, ഹെഡ് ഗിയർ, ഗൗണ്, ഇങ്ങനത്തെ ഗ്ലവ്സ്, ഇതൊക്കെ അതെല്ലാം ഉണ്ടാക്കുന്ന ഒരു മീഡിയം സൈസ് കമ്പനി വിച്ച് ഹസ് കം അപ്പ് ആൻഡ് സക്സീഡിങ് വെരി വെൽ, കെയറോൺ. പിന്നെ BPL Medical Systems, 500 crore company making medical imaging including ECGs and other monitors, Palakkad. TTK Healthcare in the heart valve division at Kalkuttam, using technology from Chitradhanal Institute. TTK നിർമ്മിക്കുന്ന synthetic heart valves 1.5 ലക്ഷം പേഷ്യൻസിൻ്റെ ഉള്ളിൽ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. And the oldest patient is the one who had his valve replaced 25 years ago. It is still working. So Indian ഉപകരണങ്ങളും Indian technology is not all that bad. Okay. Then V-Guard, AVT McCormick. See, V-Guard ഒക്കെ ഇപ്പോഴാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. 1,000 crore giant. AVT McCormick, Hallmark Opto Mechatronics, Palakkad Surgical Industries Private Limited, Cochin Rutile, Active Char, Amalgam Foods, Nitta Gelatin, and so on. 50 എണ്ണം എൻ്റെ ലിസ്റ്റിലുണ്ട്. ഇതിലുള്ള ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം വെച്ചിട്ട് ഞാൻ അവസാനിക്കാം. ഈ 50 എണ്ണം ഞാൻ ഉണ്ടാക്കിയ ഒരു ലിസ്റ്റിലല്ലേ. 4 ദിവസം മുമ്പ് എൻ്റെ ബുക്കിനെ പറ്റി സംസാരിക്കാനായിട്ട് CIIയുടെ യങ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററുണ്ട്. അപ്പോൾ CIIയുടെ യങ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നെ വിളിച്ചു ടു ടോക്ക് ടു ദം. അതിൽ 40 പേരുണ്ടായിരുന്നു. ഇറ്റ് വാസ് അവരുടെ മെമ്പേഴ്സ് മാത്രമാണ്. ആ മീറ്റിങ്ങിൽ other than 1 or 2 of them, I did not know the others. I didn't know their business. And I met people who were running 100, Urala, he is running a 100 crore ice cream business. Young chap, he looks about 25 വയസ്സ് കണ്ടാ പറയും. 25 വയസ്സേ ഉള്ളൂ. A modern ice cream manufacturing the facility. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് അയാൾ ഈ നീഡ്സ് പ്ലാസ്റ്റിക് ടബ്സ്, ഇതെല്ലാം മിക്സ് ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക് ടബ്സ്. അപ്പോൾ അയാളുടെ ഡിമാൻഡ് ഇത്ര ആയതുകൊണ്ട് ഹീ തോട്ട് ഞാൻ എന്തിനാ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ ഹീ സെറ്റപ്പ് എ പ്ലാസ്റ്റിക് ടബ് മാനുഫാക്ചറിങ് കമ്പനി, ഇഞ്ചക്ഷൻ മോൾഡിങ് കമ്പനി. ആൻഡ് നൗ ഹീ ഈസ് സപ്ലൈയിങ് അതർ ഫുഡ് പ്രോസസ്സേഴ്സ് ആൻഡ് കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ അവരുടെ ആവശ്യങ്ങൾ അയാൾ സപ്ലൈ ചെയ്യുന്നു. ആ ഫാക്ടറിയുടെ ടേൺ ഓവർ 50 കോടിയായി. Now, all this news unfortunately does not come. നമ്മുടെ
നമ്മുടെ മീഡിയ മാത്രമല്ല, ഓൾ മീഡിയ എനിവെയർ ഇൻ ദ വേൾഡ്, ഒരു ഫാക്ടറി നന്നായിട്ട് നടക്കുന്നു, ലാഭത്തിൽ ഓടുന്നു, ഷെയർ ഹോൾഡേഴ്സിന് നല്ല റിട്ടേൺ കൊടുത്തു, ഇതൊക്കെ ഫ്രണ്ട് പേജിൽ ഇടാൻ പറ്റുന്ന ന്യൂസാണോ? എൻ്റെ അഭിപ്രായത്തിലാണ്. അല്ലാതെ എന്തോ ആ ഫ്രണ്ട് പേജിൽ ഇടുന്നത് ഇപ്പം ഇതിനെക്കാട്ടിലും ഭയങ്കരമായിട്ടുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള ന്യൂസൊന്നും അല്ലല്ലോ, അല്ലേ? പക്ഷേ ഒരു കമ്പനി നന്നായിട്ട് നടത്തുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ന്യൂസ്. സോ ഇറ്റ് ഡസൻറ്റ് കം. ഐ വിൽ ഗിവ് യു അനദർ എക്സാമ്പിൾ. ഹിയർ ഐ എം ടോക്കിംഗ് അബൌട്ട് our media in Kerala. When the Niti Ayog and the Public Affairs Center in the Public Affairs Index, which I mentioned, 2016 തൊട്ട് തുടങ്ങി 5-6 വർഷം തുടർച്ചയായിട്ട് കേരള ഈസ് നമ്പർ 1 എന്നുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയിലും നാഷണൽ പേപ്പേഴ്സിലൊക്കെ ഇറ്റ് വാസ് കമ്മിങ് നോട്ട് ഇൻ ഫ്രണ്ട് പേജ് ബട്ട് കമ്മിങ് റീസണബിളി ആ വ്യവസായം പേജിൽ അങ്ങനത്തെയുള്ള പേജിലൊക്കെ വന്നു. നമ്മുടെ പേപ്പേഴ്സ് ലീഡിങ് 2-3 പേപ്പേഴ്സ് എടുത്ത് ഐ ഹാഡ് ടു സെർച്ച്. വാശി പിടിച്ച് ഐ തോട്ട് ഐ വിൽ സെർച്ച് ദറ്റ് ഡേ. ഇറ്റ് വാസ് നോവെയർ ഇൻ ദ ഫ്രണ്ട് പേജിലോ വ്യവസായ പേജിലോ ഒന്നുമില്ല. സംവെയർ ഇൻസൈഡ് ചെറിയ ആൻഡ് അതിൻ്റെ ടൈറ്റിൽ വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. കേരളം വീണ്ടും ഒന്നാമത്. എന്തിന്? 100 മീറ്റേഴ്സ് ഓട്ടത്തിനാണോ, സ്വിമ്മിങ്ങിനാണോ, വോളിബോളിനാണോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ള 2-3 സെൻറ്റൻസിൽ വായിക്കണം എന്തിനാണെന്ന്. അപ്പം വായിക്കുമ്പം നീതി ആയോഗും പബ്ലിക് അഫയേഴ്സ് സെൻറ്ററും സംയുക്തമായിട്ട് നിർണ്ണയിക്കുന്ന പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ കേരളം വീണ്ടും ഒന്നാമത് 5-ാമത്തെ വർഷം. എവിടെയോ ടക്ട് സംവെയർ വെയർ നോബഡി വിൽ റീഡ് ഇറ്റ്. This may be something about the Malayali personality. I have nothing to say about that. I don't know what it is that we seem ashamed to or unwilling to recognize good things which happen in our place. My last, and I promise this is the last statement, is നിങ്ങളെല്ലാവരും കേട്ട് കാണും പല സംഭവങ്ങൾ. See, what I'm trying to say is how misleading and wrong information can be presented. പല ടെക്നിക്സ് ഉണ്ട് അതിന്. ഇത് വളരെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡാണ്. നിങ്ങളെല്ലാവരും കേട്ട് കാണും ഒരു ന്യൂസ് ഐറ്റം. BMW ഒരു സംഘം അവർ പല സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയായിരുന്നു. അവരുടെ പുതിയ ഫാക്ടറി എവിടെ സ്ഥാപിക്കണമെന്ന് പഠിക്കാനായിട്ട് ഈ ഒരു സംഘം. അപ്പം ഇത് മീഡിയയിൽ വന്നതൊന്നുമല്ല, ഇത് ആൾക്കാരുടെ ഇടയിലുള്ള സംസാരം ഇങ്ങനെയാണ്. അത് എവറിബഡി ലാഫ്, ഒരു ചിരി, ടു ഗെറ്റ് എ ലാഫ് ഔട്ട് ഓഫ് പീപ്പിൾ. എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്. BMW സംഘം തിരുവനന്തപുരത്ത് വന്ന് വിമാനം ഇറങ്ങി, അന്നൊരു ഹർത്താളുണ്ടായിരുന്നു, BMW സംഘം പണങ്ങി. അപ്പോൾ നമുക്ക് we'll all laugh, അല്ലേ, we'll all smile, because now we know in inverted commas what happened. Now I don't know I wasn't there. പക്ഷേ അവിടെ ഉണ്ടായിരുന്നവർ 2 കൂട്ടർ who are people who respect the truth and respect facts. One of them is P.H. Kurian, the other was Jose Dominic of CGH. P.H. Kurian എൻ്റെ അടുത്ത് പറഞ്ഞു, what really happened was they came, അന്നൊരു ഹർത്താൽ ഉണ്ടായിരുന്നു, ശരിയാ, തിരുവനന്തപുരത്ത്. They attended the meeting കഴിഞ്ഞിട്ട് അവരുടെ ഒരു അപേക്ഷ, അവർ പറഞ്ഞു, ഞങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. ഞങ്ങൾ ചെയ്ത മനഃപൂർവ്വമാണ്. ഞങ്ങൾക്കൊന്ന് ഈ സംസ്ഥാനത്തൂടെ കുറച്ച് ഡിസ്റ്റൻസ് എങ്കിലും കാറിൽ പോയി ഒന്ന് കാര്യങ്ങളൊക്കെ, വി വോണ്ട് ടു സീ ഹൗ ദ പീപ്പിൾ ആർ ലിവിങ്. അപ്പം P.H. കുര്യൻ 2-3 ഇന്നോവ കാർ BMW ടീമിന് ഇന്നോവ കാർ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവരതിൽ കൊച്ചി വരെ പോയി. പിന്നെ കുര്യൻ ജോസ് ഡൊമിനിക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവരവിടെ വരുന്നുണ്ട്. അന്ന് ജോസ് വാസ് ചെയർമാൻ ഓഫ് ദി കൊച്ചിൻ ചേംബർ ഓഫ് കോമേഴ്സ്. പറഞ്ഞു, നിങ്ങൾ കൊച്ചിൻ ചേംബർ അവർക്കൊരു ഡിന്നർ, ഒരു റിസപ്ഷൻ പോലെ. അപ്പം ജോസ് അറേഞ്ച് ദാറ്റ് അറ്റ് ദി ബ്രണ്ടൺ ബോട്ട്യാർഡ് എന്ന് പറഞ്ഞ CGHൻ്റെ വളരെ പേര് കേട്ട ഒരു ഹോട്ടൽ ഇൻ ഫോർട്ട് കൊച്ചി. അപ്പോൾ ആ ചർച്ച, when they were all sitting down, ബിയറും വൈനും ഒക്കെ ഒഴിച്ച് they were sitting down and having a chat. അപ്പം ജോസ് അങ്ങോട്ട് ചോദിച്ചു, the leader of the delegation was a lady
ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ജോസ് ആ സ്ത്രീയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്തപ്പോൾ ഹർത്താൽ അവിടെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ വിഷമിച്ചൊന്നും ചെയ്തില്ലല്ലോ, ഐ മീൻ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, മിസ്റ്റർ ഡൊമിനിക്, ഞങ്ങൾ BMW ആണ്, ആഗോളതലത്തിലെ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ്ങിലെ ഒരു ഭീമൻ. 100 രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് ഫാക്ടറീസോ സഹസ്ഥാപനങ്ങളുണ്ട്. ഞങ്ങൾ കാണാത്ത ഒന്നും നിങ്ങൾക്കിവിടെ ഒന്നും കാണിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കേരളത്തിൽ ഞങ്ങൾ കാണാത്ത ഒന്നും, ഞങ്ങൾ വേറെ എങ്ങും കാണാത്ത ഒന്നും ഇവിടെ കണ്ടിട്ടില്ല. ഞങ്ങൾ പ്രവർത്തിക്കുന്ന ചില രാജ്യങ്ങളിൽ ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് 50 ട്രക്ക് പോർട്ടിലേക്ക് വിട്ടാൽ 45 എണ്ണം പോർട്ടിലെത്തിയാൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. കേരളത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല, ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് 50 ട്രക്ക് വിട്ടാൽ 50 ട്രക്ക് കൃത്യസമയത്ത് പോർട്ടിലെത്തും. പിന്നെ എന്താ നിങ്ങൾ ചോദിക്കുന്ന ഈ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ദിസ് ഇസ് നത്തിങ് കമ്പയർഡ് ടു വാട്ട് വി നോ ആൻഡ് വാട്ട് വി ആർ കേപ്പബിൾ ഓഫ് ഫേസിങ്. ഒന്ന്. രണ്ടാമത് അവർ പറഞ്ഞു, ഞങ്ങൾ 200 കിലോമീറ്റർ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ റോഡ് മാർഗം വന്നല്ലോ. ഞങ്ങൾ വി വർ ലുക്കിംഗ് ബിക്കോസ് വി ആർ ട്രെയിൻ ടു ഒബ്സർവ്. ഞങ്ങളുടെ ആ 6-8 അംഗ സംഘം ഒരാൾ പോലും പാദരക്ഷ ഇല്ലാതെ ഞങ്ങൾ റോഡിൽ കണ്ടില്ല. നോട്ട് വൺ ബെയർ ഫുട്ട് പേഴ്സൺ, നോട്ട് വൺ ബെഗർ. ഇങ്ങനെ ഒരു ഡെസ്റ്റിറ്റ്യൂട്ടായിട്ട് കിടക്കുന്ന ഒരാളിനെ പോലും ഞങ്ങൾ കണ്ടില്ല. സർവ്വസാധാരണമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ത്യയിലുള്ള ബാക്കി സംസ്ഥാനങ്ങളിലെല്ലാം. അപ്പോൾ അതിൻ്റെ അർത്ഥം, സെക്കൻഡ് ഒബ്സർവേഷൻ അവർ പറഞ്ഞ്, ഇവിടെ ആ ഡെസ്റ്റിറ്റ്യൂഷനും ആ വളരെ റെച്ചഡ്നെസ് ഓഫ് പോവർട്ടി ഇവിടെ ഇല്ല. എവറിബഡി ലുക്ഡ് റീസണബിളി കോൺഫിഡൻറ്റ് ആൻഡ് അബൌട്ട് ദെയർ തിങ്. എന്നാൽ മൂന്നാമത്തെ കാര്യം അവരുടെ ഒബ്സർവേഷൻ വാസ്, നമ്മളിപ്പം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മെനു കണ്ടാൽ ഓരോ ഡിഷിന് 500 രൂപയും 750 രൂപയൊക്കെയാണ്. എന്നിട്ടും ഓൾ ദ ടേബിൾസ് ആർ ഫുൾ ആൻഡ് 75% ഓഫ് ദ ടേബിൾസിൽ ഇരിക്കുന്ന നിങ്ങളുടെ നാട്ടുകാരാണ്, ഫോറിനേഴ്സ് അല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ പ്രോസ്പറസ് ആയിട്ടുള്ള ഒരു ബിസിനസ് സമൂഹം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ സാധാരണ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനൊന്നും ഇവിടെ ബ്രണ്ടൻ ബോട്ടിയാണ്ട് വന്ന് ആഹാരം കഴിക്കാൻ പറ്റില്ലല്ലോ. സോ ഈ 3 കാര്യം കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങൾക്ക് വളരെ സൂട്ടബിളായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾക്ക് 1000 ഏക്കർ ഒരു പോർട്ടിൻ്റെ അടുത്ത് വേണം. ഞങ്ങളുടെ ഒരു ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് ഒരു പോർട്ട് ഫെസിലിറ്റി ഉള്ള 1000 ഏക്കർ സൈറ്റ് വേണം. നിങ്ങൾക്കത് തരാൻ പറ്റുമോ? പറ്റില്ല. ബിക്കോസ് കേരള അത്ര ജനസാന്ദ്രതയുള്ള, അത്ര ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. നിങ്ങൾക്ക് 1 ഏക്കർ പോലും കൊച്ചി തരാൻ പറ്റില്ല, പിന്നെ 1000 ഏക്കറിൻ്റെ കാര്യം എവിടെയാണ്? സോ ദാറ്റ്സ് വൈ, ദാറ്റ് ഈസ് ദ ഓൺലി റീസൺ വൈ ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ. അല്ലാതെ കേരള ഈസ് വെരി ഐഡിയൽ എന്നാണ് പറയുന്നത്. ഈ കഥ നമ്മൾ എത്ര പേര് കേൾക്കും? ആൻഡ് വൈ ഡിഡ്ന്റ് ദിസ് സ്റ്റോറി കം ഇൻ ദ മീഡിയ? ആരും അറിയാം. ഇത് PH കുര്യൻ രഹസ്യമായിട്ട് വെച്ചതുകൊണ്ടൊന്നുമല്ല. But it is not convenient for this story to come out. That's why it doesn't come out. So, see, economics also is not only about numbers. My young friends നോടാണ് ഞാൻ പറയുന്നത്. Economics is about stories. Our stories about how a country develops, how a region develops, how communities develop, how industries develop. ഈ കൊല്ലത്ത്, ഞാൻ കൊല്ലത്തുകാരനാണ്, എൻ്റെ ജന്മസ്ഥലം കൊല്ലമാണ്. കൊല്ലത്ത് കശുവണ്ടി വ്യവസായം അവിടെ എങ്ങനെ വന്നു എന്ന് പറയുന്ന വളരെ വിചിത്രമായിട്ടുള്ളൊരു കഥയാണ്. ആ കഥ ആക്ച്വലി ഇറ്റ് ഹാസ് നോട്ട് ബീൻ റിട്ടൺ. ആ കഥയിലെ മെയിൻ കഥാപാത്രങ്ങൾ തങ്ങൾ കുഞ്ഞു മുസ്ലിയാരും അങ്ങനത്തെ ഉള്ളവരൊക്കെയാണ്. ഹു ബ്രോട്ട് ദാറ്റ് ഇൻഡസ്ട്രി. റോ കാഷ്യൂനട്ട് അവിടെ ഉള്ള ഉൽപ്പാദിപ്പിക്കുന്നതല്ല. റോ കാഷ്യൂനട്ട് ഉണ്ടാകുന്നത് കണ്ണൂറും ഗോവയിലും മംഗലാപുരത്തൊക്കെയാണ്. പക്ഷേ ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഗ്ലോബൽ കാഷ്യൂ ട്രേഡ് എന്തുകൊണ്ട് കൊല്ലത്ത് വന്നു? അതാണ് ഈ വ്യവസായം, മറ്റേ ആന്ത്രപ്രണർഷിപ്പ് എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള കഥകൾ. സോ ദർ ആർ സ്റ്റോറീസ്. സോ ഇക്കണോമിക്സ് ഈസ് നോട്ട് എ ബോറിംഗ് സബ്ജക്റ്റ്. ഇക്കണോമിക്സ് ഈസ് എ ഫാസിനേറ്റിംഗ് സബ്ജക്റ്റ് വിച്ച് ഈസ് അബൌട്ട് സ്റ്റോറീസ്.
how is China developing? How did South Korea develop? The story of how Japan developed, the story of how United States of America developed. These stories these are stories. And unless we tell the stories correctly, we will reach wrong conclusions. The story of Kerala has to be written. The industrial and economic story of Kerala is waiting to be written. നിങ്ങളിൽ ആരെങ്കിലും ഒരാളോ കുറേ പേര് ചേർന്ന് റിസർച്ച് പ്രോജക്റ്റായിട്ട് എടുത്ത് ഒരു റിസർച്ച് എക്സസൈസസ് ആയിട്ട് ചെയ്ത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ സെമിനാർ പേപ്പേഴ്സൊക്കെ ആക്കി അങ്ങനെ ചെയ്തിട്ട് ഇതെല്ലാം കൂടെ സമാഹരിച്ച് ഒരു വോള്യൂമായിട്ട് ഇറക്കിയാൽ യു വിൽ ബി not only doing a great service for Kerala and for economics, but you will be undergoing a great learning experience yourself. So I will conclude here once more with my great respect to Professor C.O. Abraham, in whose name this memorial lecture is here. I consider it a privilege and an honor that you have invited me to deliver this memorial oration. I have seen the names of all the people who came before me, starting with Prabhat Patnaik, whom I admire a lot and respect, and I still read and listen to. So thank you all. Thank you. ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയെ സംബന്ധിച്ചിടത്തോളം, അവന് സ്വപ്നം കാണാൻ പറ്റുന്നതിൽ ഏറ്റവും ഉയർന്ന ഒരു ജോലിയാണ്, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു പദവിയാണ് IAS, അല്ലെങ്കിൽ സിവിൽ സർവീസിലെ ഏറ്റവും ടോപ്പ് റാങ്കായ IAS. അപ്പോൾ ആ ഒരു പോസ്റ്റ് നേടിയതിനു ശേഷം, അല്ലെങ്കിൽ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്തതിനു ശേഷം 6 വർഷത്തെ സർവീസിന് ഒടുവിൽ 30ാമത്തെ വയസ്സിൽ സാറ് റിസൈൻ ചെയ്തു പോകാനായിട്ടുള്ള കാരണം ഒന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത് സാറ് പറഞ്ഞു നമ്മുടെ മീഡിയയുടെ അപ്രോച്ചിനെ പറ്റി സാറ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് സംസാരിച്ചു. സർ, പക്ഷേ അതിൻ്റെ അകത്ത് ഒത്തിരി നമ്മൾ വസ്തുതകളുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ട്രേഡ് യൂണിയൻസും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളും നമ്മുടെ വ്യവസായത്തിന് എതിര് നിൽക്കുന്നു എന്നുള്ള ഒരു ഫാക്റ്റ് ശരിക്കും അതുകൂടി നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടതല്ലേ എന്നൊരു വിനയപൂർവ്വമായിട്ടുള്ളൊരു അപേക്ഷ സാറിന് മുന്നിൽ വയ്ക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ 2 വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. ഞാനത് എത്രയും ചുരുക്കി അതിന് മറുപടി പറയാൻ ശ്രമിക്കാം. ആദ്യത്തെ ചോദ്യം, ഞാൻ IAS ചേർന്നത് എൻ്റെ അച്ഛനും അമ്മയുടെയും ആഗ്രഹം പൂരിപ്പിക്കാനായിട്ടായിരുന്നു. അത് അവരുടെ വിഷായിരുന്നു. ദേ വാണ്ടഡ് മീ ടു റൈറ്റ്. ഞാൻ മൂത്ത മകനായിരുന്നു, പഠിത്തത്തിലൊക്കെ അത്ര മോശമൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് ദേ ഫെൽറ്റ് ദറ്റ് അന്നത്തെ 70കളിൽ വലിയൊരു കരിയർ, അന്ന് ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഇല്ല. അന്ന് പറയുന്ന ഡോക്ടർ, എൻജിനീയർ, IAS, പിന്നെ ബാങ്കർ, അതും കൂടെ ഉണ്ട് 4. പക്ഷേ നോട്ട് ടു മെനി അതർ ഓപ്ഷൻസ്, ഇന്നത്തെ പോലെയല്ല. അപ്പോൾ ഞാൻ വെൻ ഐ ജോയിൻഡ് ദ സർവീസ് ഐ ഫൗണ്ട് മൈ സെൽഫ് റിയലി എൻജോയിങ് ഇറ്റ്. ഞാൻ ഈ 6 വർഷത്തെ ഇത്ര ചുരുങ്ങിയ സർവീസ് എൻജോയ് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവ്, ഈ 6 വർഷത്തെ സർവീസിനെ പറ്റി 3 പുസ്തകങ്ങൾ ഞാൻ എഴുതി. അപ്പം എൻ്റെ സുഹൃത്ത് ആനന്ദ് ബോസ് ചിലപ്പം എൻ്റെ അടുത്ത് പറയും, ബാല ഞാനൊക്കെ കുറേ ബുക്കുകൾ എഴുതിയത് ഓവർ എ ഹോൾ ലൈഫ് ടൈം, താൻ ഈ 6 വർഷത്തെ സർവീസ് കൊണ്ട് 3 ബുക്കുകൾ എഴുതിയിരുന്നെങ്കിൽ 35 വർഷത്തെ സർവീസ് പൂർത്തിയാക്കുമ്പോഴത്തേക്ക് എത്ര ബുക്കുകൾ നീ എഴുതുമായിരുന്നു എന്ന് അയാൾ തമാശയായിട്ട് പറയും. നോ, സോ വാട്ട് ഐ എം സെയിങ് ഇസ് ഐ എൻജോയ്ഡ് മൈ സർവീസ്. ഓക്കെ, ഐ തിങ്ക് ഐ എം നാച്ചുറലി എ പോസിറ്റീവ് പേഴ്സൺ. വാട്ട് എവർ, എനിക്കങ്ങനെ വലിയ ആംബിഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ആകെ ഒരു ആംബിഷൻ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ വെളിപ്പെടുത്താം, വാസ് ടു ബിക്കം എ ടീച്ചർ. ഐ വിഷ് ഐ കുഡ് ഹാവ് ടോട്ട് in an economics department of, because I like teaching. എല്ലാം അറിയാവുന്നത് കൊണ്ടല്ല, അറിയാൻ ഒരുപാട് ഇനിയും ബാക്കി ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. ആൻഡ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിൽ നിന്നാണെന്നുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് I would have loved to be a teacher. That was the only ambition I had. But I should have followed it. I became an IAS officer. അപ്പോൾ ഈ 6 വർഷം ഞാനിങ്ങനെ I had a good time. I did a good job. Many transfers ഉണ്ടായിരുന്നു. 6 വർഷത്തിൽ 6 ട്രാൻസ്ഫർ ഉണ്ടായെന്ന് തോന്നുന്നു എനിക്ക്, 5-6 transfers. പക്ഷേ those were not punishment transfers, those were usual transfers. പക്ഷേ I had a good time. അപ്പോൾ then why did I resign? അപ്പം I was in Trivandrum for
some work there. Just 1 minute, please. ഞാൻ ട്രിവാൻഡ്രത്ത് എന്തോ ഫാമിലി ആവശ്യത്തിന് പോയപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്, താനത് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വിസിറ്റ് ചെയ്തു. ഒരു പ്രതീക്ഷയില്ല, ചുമ്മാതെ ഒരു നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ പോകുന്നോ അല്ലെങ്കിൽ മറ്റേ സൂയിൽ പോകുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷേത്രം കാണാനോ ഒരു പള്ളി കാണാൻ പോകുന്ന പോലെ ഞാൻ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി ചെന്നു. അവിടെ ഞാൻ മീറ്റ് ചെയ്ത ഒരു ശാസ്ത്രജ്ഞൻ ഹു വാസ് എ ഹെഡ് ഓഫ് R&D. ഞാൻ ഒരു മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന ബാലഗോപാൽ വാസ് എ വെരി ഡിഫറെൻറ്റ് പേഴ്സൺ ഫ്രം കയറി ചെന്ന ബാലഗോപാൽ. ഹി ചേഞ്ച്ഡ് മൈ ലൈഫ്. ഐ ഡോണ്ട് നോ ഹിം, ഇറ്റ്സ് എ ടോട്ടൽ സ്ട്രേഞ്ചർ. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, എപ്പിഫെനി. എപ്പിഫെനി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നമ്മുടെ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് അല്ലേ. ഇറ്റ് ഈസ് മോസ്റ്റ്ലി റെഫർ ടു ഇൻ റിലീജിയസ് കോണ്ടെക്സ്റ്റ്. പക്ഷേ ഈവൻ ഇൻ നോൺ റിലീജിയസ് കോണ്ടെക്സ്റ്റിലൊരു എപ്പിഫെനി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഓൾ അവർ ഐഡിയാസ് ആർ ചേഞ്ച്. അപ്പോൾ എനിക്ക് സംഭവിച്ചത് അന്ന് വാസ്, ഞാൻ അങ്ങനെ ഈവൻ ദോ ഐ വാസ് ക്വൈറ്റ് എഫിഷ്യൻറ്റ് അറ്റ് മൈ IAS ജോബ്, വലിയ ലക്ഷ്യബോധമില്ലാതെ ജീവിതത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നു ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതുവാണെങ്കിൽ ഐ വിൽ ഹാവ് ടു റൈറ്റ്, ദ ടൈറ്റിൽ വിൽ ബി മെമ്മോയർസ് ഓഫ് എ ടെൻറ്ററ്റീവ് മാൻ. എനിക്ക് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല വാട്ട് ഐ വാണ്ട് ടു ഡു. ആ മീറ്റിംഗ് കഴിഞ്ഞ് ആ മീറ്റിങ്ങിൽ ദറ്റ് 1 hour മീറ്റിങ്ങിൽ ദറ്റ് ജെൻറ്റിൽമാൻ, ദറ്റ് സയൻറ്റിസ്റ്റ്, he fired me up with the thing that I got the feeling I was born to do this. ഞാൻ ഇതിനായിട്ട് ജനിച്ചതാണ്. ഇതാണ് എൻ്റെ പർപ്പസ്, സെൻസ് ഓഫ് പർപ്പസ്. എൻ്റെ ലൈഫിൽ അതുവരെ ഒരു സെൻസ് ഓഫ് പർപ്പസ് ഇല്ലാത്ത ഒരാൾ, നൗ സഡൻലി ഐ ഗോട്ട് എ സെൻസ് ഓഫ് പർപ്പസ്. ആ സെൻസ് ഓഫ് പർപ്പസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ദെൻ ഈ നമ്മൾ ലക്ഷ്യബോധം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, ബട്ട് ആ സെൻസ് ഓഫ് പർപ്പസ് വന്നാൽ യു ഗെറ്റ് കംപ്ലീറ്റ് ക്ലാരിറ്റി അബൌട്ട് വാട്ട് യു വാണ്ട് ടു ഡു. അത്ര ക്ലാരിറ്റി വന്നതുകൊണ്ടാണ് ഞാൻ രാജിവെച്ചത്. മൈ യങ് ഫ്രണ്ട്, സി, ബിക്കോസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഫെൽറ്റ് ഇഫ് ഐ വാണ്ട് ടു ഡു ദിസ് ഈസ് ഗോയിങ് ടു ചേഞ്ച് മൈ ലൈഫ് ആൻഡ് ഐ തിങ്ക് ഐ ക്യാൻ ചേഞ്ച് ദ ലൈഫ് ഓഫ് മെനി അതേഴ്സ് ഓൾസോ എന്ന് പറഞ്ഞു. ദാറ്റ്സ് വൈ ഐ ടുക്ക് ദ ഡിസിഷൻ ടു. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ഒരു ഇതും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വന്നു. അപ്പോൾ ആ ചൂടിൽ തന്നെ ഐ വാണ്ടഡ് ടു ഡൂ സംതിങ്. കൂടുതൽ ആലോചിച്ചാൽ ഇതെല്ലാം ചിലപ്പം ഇങ്ങനെ ഇറ്റ് മേ ഫേഡ് അവേ, വാടിപ്പോകുന്നുള്ള ഭയം കൊണ്ട് ഞാൻ നേരെ വീട്ടിൽ ചെന്ന് അച്ഛനും അമ്മയും കണ്ടു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അവിടെ ആദ്യം കംപ്ലീറ്റ് സൈലൻസ്, ഒന്നും പറഞ്ഞില്ല അവർ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, നീ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം അവിടെ PhD റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നിട്ടും അതിൽ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നിട്ടും CDSൽ റിസർച്ച് ചെയ്യുമായിരുന്നു ഞാൻ. നീ UPSC പരീക്ഷ എഴുതി, യു വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്, സിൻസിയറായിട്ട് എഴുതി സെലക്റ്റായി. ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങൾക്ക് വി ഹാവ് നത്തിങ് മോർ വി വാണ്ട്. നൗ വാട്ട് എവർ യു ഡിസൈഡ് വി വിൽ സപ്പോർട്ട് യു. ഞാൻ പറയുന്നതിൻ്റെ തിങ് വാസ്, സപ്പോസിങ് മൈ ഫാദർ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ ചെയ്യുന്ന ശരിയല്ല, നീ ഇത് തെറ്റാണ്, നീ ഇതിൽ തുടരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് കണ്ടിന്യൂഡ്. അന്നത്തെ തലമുറ അല്ലേ, ഇങ്ങനെ അന്നത്തെ തലമുറയിലുള്ള നമ്മൾ കുറച്ച് പേര് ഐ എം നോട്ട് സെയിങ് ഇറ്റ് വാസ് എ ഗുഡ് തിങ്. In fact, sometimes it's good to be a rebel. It's good to be a rebel, but I wasn't a rebel. My father tells me something, I'll do it. Appam, adana the answer to the first part. The second question was, what was it? Trade union. See, ഈ ട്രേഡ് യൂണിയൻ നമ്മുടെ ഭരണഘടനയിൽ there is a section which deals with you. The Constitution of India gives you the freedom to form a trade union. If it was an illegal or illegitimate or undesirable activity, the Constitution will it find a place? Do you know where some of the most powerful trade unions in the world are? Not in Kerala. They're in Germany.
Do you know what the German laws are? German laws say that if you employ more than 100 people, you have to have worker representatives on your board of directors. നിയമപ്രകാരം. അപ്പം എന്തായാലും തീർച്ചയാണ് മലയാളി ജർമ്മനി പോയി ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യില്ലല്ലേ? ബിക്കോസ് ഈ ട്രേഡ് യൂണിയൻ എന്തോ അസുരന്മാരാണ്, രാക്ഷസന്മാരാണെന്നൊക്കെ. എൻ്റെ ഫാക്ടറിയിൽ ഐ ഹാഡ് 4 ട്രേഡ് യൂണിയൻസ്. 4. എൻ്റെ INTUC യൂണിയൻ ലീഡർ വെനെവർ ഹി വാസ് ഔട്ട് ഓഫ് ഓഫീസ് വാസ് ഉമ്മൻചാണ്ടി. My CITU union leader was Advocate Sampath, Marxist Party MP from Attingal till recently. My BMS union leader was BJP District Committee President. And ഏറ്റവും ശക്തമായ യൂണിയൻ വാസ് എൻ ഇൻഡിപെൻഡൻറ്റ് യൂണിയൻ, വിച്ച് വാസ് ദ ലാർജസ്റ്റ് യൂണിയൻ. ഈ 4 യൂണിയൻസ് ഉണ്ടായിട്ട് 20 വർഷം 25 വർഷം ഒരു ഷിഫ്റ്റ് പോലും ജോലി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. വി ഹാഡ് ദി വണ്ടർഫുൾ പ്രൊഡക്ടിവിറ്റി. വി ഹാഡ് എനി ന്യൂ ഐഡിയാസ് വി വാണ്ടഡ് ടു ഇംപ്ലിമെൻറ്റ്. ഒരുപാട് ഡിസ്കഷനും അതൊക്കെ വേണം. അതായത് ഒരു ഏകാധിപതിയുടെ കൂട്ട് ഐ ജസ്റ്റ് കനോട്ട് കം ആൻഡ് അനൗൺസ് ദറ്റ് നമ്മൾ ഇത് ചെയ്യാൻ പോവാണ്. You know, we all have this very peculiar notion of private enterprise, that ആ ചെറിയ സാമ്രാജ്യത്തിൻ്റെ ഹിറ്റ്ലറാണ് ഞാൻ. I can do whatever I feel like. No, you cannot. This is a complete misunderstanding of what is meant by private property and private ownership and private enterprise. Nowhere in the world will you be allowed to get away with this kind of thinking. Only India. You try to go, if ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ സിംഗപ്പൂരിൽ പോയി ബിസിനസ് ചെയ്യാൻ നോക്കുക, most probably you will be behind bars very soon, in 6 months. So my point here is, we all, because of our lack of knowledge and awareness of how business is done anywhere else in the world, ആ BMW ടീമിലെ ലീഡർ പറഞ്ഞ പോലെ ഒരു ഹർത്താലോ, that's nothing for us. Why are you thinking it's a big thing? The problem is not the hartal, is we think it is a big thing. ഇപ്പോൾ എൻ്റെ കമ്പനി 25 വർഷമായിട്ട് വി വർ നോട്ട് എക്സംപ്റ്റഡ് ഫ്രം ഹർത്താൽ, ബട്ട് വി നെവർ ലോസ്റ്റ് 1 day's പ്രൊഡക്ഷൻ. ഹൗ കം? ഒഫീഷ്യൽ ഫിഗേഴ്സും മീഡിയയിലുള്ള കണക്കുകളൊക്കെ വെച്ച് നോക്കിയാൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു വർഷം 128 ഹർത്താളുണ്ടായി. അപ്പം 128 ദിവസം എന്താ പറയുക പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന, ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ അങ്ങനെയാണെങ്കിൽ? സോ ഐ എം സെയിങ് somebody must look into all these figures which are, or this information which is given to you, and you must curate it, you must vet it, you must test it. That's why you have economics departments. See, so whenever something comes in the media, you should take that figure and test it, verify it, go and talk to a few business people. So the trade unions by themselves are not a problem at all for any venture, except for somebody who is allergic to trade unions. അത് അയാളുടെ പ്രശ്നമാണ്, ട്രേഡ് യൂണിയൻസിൻ്റെ പ്രോബ്ലം അല്ല. അത് ആ സംരംഭകൻ്റെ പ്രോബ്ലമാണ്. അയാളെ സന്തോഷിപ്പിക്കാനായിട്ട് യു കനോട്ട് ട്രേഡ് യൂണിയൻ പ്രവർത്തനം പോയി നിരോധിക്കാൻ പറ്റില്ല. ദെൻ യു ആർ വയലേറ്റിംഗ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് നോട്ട് എ ഫണ്ടമെൻ്റൽ, യു ആർ വയലേറ്റിംഗ് എ റൈറ്റ് വിച്ച് ഇസ് എൻഷൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ട്രേഡ് യൂണിയൻസ്. സം ഓഫ് ദി മോസ്റ്റ് പ്രോസ്പറസ്, നമ്മളെല്ലാവരും ഹോളിവുഡ് സിനിമ കാണുകയല്ലേ? വി ഓൾ ആർ സീയിങ് ഹോളിവുഡ് മൂവീസ്, നോ? ഈ ഹോളിവുഡ് മൂവീസ് കഴിഞ്ഞിട്ട് ഈ ക്രെഡിറ്റ്സ് വരില്ലേ? അതാരെങ്കിലും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ആ ക്രെഡിറ്റ്സ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നമ്മളാരും ശ്രദ്ധിച്ച് നോക്കത്തില്ലല്ലോ. നെക്സ്റ്റ് ടൈം യു സീ സം മൂവി, ജസ്റ്റ് പ്ലീസ് ലുക്ക് അറ്റ് ദ ക്രെഡിറ്റ്സ്. യു വിൽ ഫൈൻഡ് ഈവൻ ദി ഷോഫേഴ്സ് നെയിം, ദ ഷോഫർ ഹൂ ഡ്രോവ് ദി മെയിൻ സ്റ്റാർസ്, അവരുടെ പേര് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. യു നോ വൈ? Because there is a trade union agreement between the trade unions and the Motion Picture Producers Association of Hollywood that അങ്ങനെ ഉണ്ടാവും. അത് ലംഘിച്ചാൽ that fellow is in trouble. അയാൾക്ക് പിന്നെ അവിടെ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. Do you know that? അമേരിക്ക ഫ്രീ എൻ്റർപ്രൈസിൻ്റെ പരിധീസാണ്. അവിടെ നോ ട്രേഡ് യൂണിയൻസ് വിൽ ബി അലൗഡ്. You have to mention the makeup artistൻ്റെ പേര്, ഡ്രൈവറിൻ്റെ പേര്, ഗ്രിപ്പ് എന്ന് പറഞ്ഞ ആൾ, ബാഗ് തൂക്കി എടുത്തുകൊണ്ട് നടക്കുന്ന ആളുടെ പേര്, അതെല്ലാം മെൻഷൻ ചെയ്യണമെന്ന് ട്രേഡ് യൂണിയൻ എഗ്രിമെൻറ്റിൻ്റെ വ്യവസ്ഥകളാണ്. അവിടെ അവർക്ക് ഒരു വിഷമം ഇല്ലെങ്കിൽ എന്താണ് എന്താ പറയുന്നത്, മലയാളി സംരംഭകൻ അത്ര വലിയ അലർജി? എനിക്കൊരു പ്രോബ്ലം ഇല്ലായിരുന്നു. സി, ഇഫ് വി
are bothered about it, we will make a big issue out of it. ഞാൻ പറയുന്നത് നമ്മളൊക്കെ ഇത് സാഹചര്യം കൊണ്ടാണ് മൈ ഫ്രണ്ട്. ഞാൻ ചിലപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഓരോന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും സാഹചര്യം കൊണ്ട്, ടോസ് ഓഫ് ദ കോയിൻ കൊണ്ട് ഞാൻ മേശയുടെ ഇപ്പുറത്തിരിക്കുന്നു, അവരപ്പുറത്തിരിക്കുന്നു. ഐ നോ ദാറ്റ് ഇഫ് ഐ വർ എ വർക്കർ ഐ വിൽ ഡെഫിനറ്റ്ലി ബി മെമ്പർ ഓഫ് എ ട്രേഡ് യൂണിയൻ. ഐ നോ ദാറ്റ്. Good morning, sir. So my question is, ഇപ്പോൾ എനിക്കൊരു ബിസിനസ് തുടങ്ങണം. ഇപ്പോൾ എൻ്റെ എംപ്ലോയീസ് യൂണിയനൈസേഷൻ, they want to form a union. So how will I handle it so that my business also grows while their rights and this is satisfied? This a conflict ഉണ്ടാകാതിരിക്കാൻ. Good. So the problem is that, see, it is like saying, let me just add, do we think ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങുമ്പം എനിക്ക് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഇൻസ്പെക്ടറേറ്റിൻ്റെ പെർമിഷൻ കിട്ടണം? സാറേ, ഞാൻ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അത് എൻ്റെ ബിസിനസ് എനിക്ക് ആ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഇൻസ്പെക്ടറേറ്റുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ എൻ്റെ ബിസിനസ്സിനെ അത് എങ്ങനെ ബാധിക്കും? നിങ്ങൾ അങ്ങനെ ചോദിക്കുമോ? യു ഡോണ്ട് ആസ്ക്, ബിക്കോസ് യു ഹാവ് ടു ഗെറ്റ് ദ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ലൈസൻസ്. പിന്നെ നമ്മൾ ചോദിക്കുമോ, അല്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പോയി എനിക്ക് അതിൻ്റെ ക്ലിയറൻസ് വാങ്ങിക്കണം, അതാണെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ് സുഗമമായിട്ട് നടത്താൻ പറ്റുമോ? ഒരു സംശയം. ട്രേഡ് യൂണിയൻസ് ആർ ലൈക്ക് ദാറ്റ്. ലെറ്റ് ദം ഫോം എ ട്രേഡ് യൂണിയൻ. ഇത് ഞാൻ എൻ്റെ കമ്പനി തുടങ്ങുമ്പം നമ്മുടെ നിയമം അനുസരിച്ച് 7 കൺഫേംഡ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ദേ ക്യാൻ ഫോം എ ട്രേഡ് യൂണിയൻ, അല്ലേ? അപ്പോൾ എൻ്റെ ആദ്യത്തെ ബാച്ച് ഓഫ് 15 വർക്കേഴ്സിനെ കൺഫേം ചെയ്തു. കൺഫേം ചെയ്യുന്ന അവസരത്തിൽ അന്ന് ഒരു ചെറുപ്പക്കാരൻ ബൈ ദ നെയിം ഓഫ് MP ജോസഫ് വാസ് ദി ലേബർ കമ്മീഷണർ, യങ് IAS ഓഫീസർ, ലേറ്റ് KM മാണിയുടെ സൺ-ഇൻ-ലോ. ഇത് വെരി സ്മാർട്ട് യങ് IAS ഓഫീസർ. MP ജോസഫ് വാസ് ദി. ഞാൻ MP ജോസഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസഫേ, നമ്മുടെ ആദ്യത്തെ ബാച്ച് ഓഫ് വർക്കേഴ്സിൻ്റെ കൺഫർമേഷൻ ഇന്നായി. Can you arrange a training program for them about Factories and Boilers Act, Industrial Disputes Act, and all the other things, including the procedures to form a trade union, or if they want to form a trade union? അപ്പം ജോസഫ് അന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബാല, നമ്മളായിട്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ആ തെരുവിൽ കൂടെ നടന്നുകൊണ്ട് പോകുന്ന ഏതോ ഒരു ഓപ്പർച്യൂണിസ്റ്റിക് പൊളിറ്റീഷ്യനിൽ നിന്ന് ഹാഫ് ട്രൂത്ത് കേട്ടിട്ടല്ലേ അവർ പോയി ആക്ട് ചെയ്യാൻ പോകുന്നത്. അതിന് പകരം ഫ്രം ദ ഹോഴ്സസ് മൗത്ത് ദേ വിൽ ഹിയർ വാട്ട് ഈസ് ദ ലോ, വാട്ട് ആർ ദ റൂൾസ്. ഐ സെഡ്, ഐ ആം നോട്ട് അഫ്രേഡ് ഓഫ് ഓൾ ദോസ് റൂൾസ്, ലെറ്റ് ഇറ്റ് ഫോം. സോ ദിസ് ഈസ് ദ സെയിം സ്റ്റോറി ഇഫ് യു ഗോ ടു ആന്ത്രപ്രനർ ആഫ്റ്റർ ആന്ത്രപ്രനർ, എസ്പെഷ്യലി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, വൻ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള മാനേജർമാരും ജനറൽ മാനേജർമാരുടെ അടുത്തൊക്കെ സംസാരിച്ചാൽ അവർ പറയും, all of them say that dealing with trade unions, and especially trade unions in Kerala, they say, at least here the people talk. അവർ ചർച്ചയ്ക്ക് സൈക്കിൾ ചെയിനും കോടാലിയായിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. This is what happens in many other parts of India. When those horrible incidents happened, like in Manesar, in Faridabad, and in Gurgaon and all that, in the എന്താ പറയുക, മാരുതി ഫാക്ടറീസിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ, നത്തിങ് ലൈക്ക് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ എനി ഓഫ് ദ ഫാക്ടറീസ് ഹിയർ ഇൻ കേരള. ഇവിടെ ഗേറ്റ് മീറ്റിംഗ് നടക്കും, അതിലെന്താ തെറ്റ്? അവർ പ്രതിഷേധിക്കുകയാണ്, പ്രതിഷേധിക്കട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അവർക്ക്. നമുക്കെന്താ പ്രശ്നം? നമുക്കത് പിന്നെ വേണമെങ്കിൽ ജനലും കൂടെ തുറന്നിട്ടാൽ കുറച്ചും കൂടെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും പറ്റും. നമ്മളെപ്പറ്റി നമുക്ക് തിരിച്ചറിയാൻ പറ്റും, നമ്മളെപ്പറ്റി ഇതുവരെ അറിയാത്ത ചില കാര്യങ്ങളും വസ്തുതകളൊക്കെ അവർ പറയും. അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ അപ്രോച്ച് അനുസരിച്ചിരിക്കും ഇത്. നമ്മളത് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് വരണ്ടു പോകാൻ പാടില്ല. ദ പ്രോബ്ലം ഈസ് ഇൻ അവർ മൈൻഡ്സ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ജസ്റ്റ് ലൈക്ക് യു ക്യാൻ ഷോ, ഇപ്പം യു ക്യാൻ ഷോ മീ എൻ എക്സാമ്പിൾ of, say, a KSRTC which is being spoiled and say that it is because of the trade unions. I am saying it's not because of the trade unions. It is because of incompetent management. ഇത് മാതിരിയുള്ള തേർഡ് റേറ്റ് മാനേജ്മെൻറ്റ് ഹാസ് ഏത് സ്ഥാപനം, ലോകത്തൊരു സ്ഥാപനത്തിന് ഉണ്ടായിട്ടുണ്ടോ ഇത്രയും ഒരു ദുർവിധി? പിന്നെ നമ്മൾ ട്രേഡ് യൂണിയൻസിനെ ബ്ലെയിം ചെയ്യുക.